രാവിലെ ആരാധനയിൽ ഞാൻ പ്രസംഗിച്ചതുപോലെ നിങ്ങളോടും പ്രസംഗിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് യഹോവ ഭയമാണ്. പക്ഷെ അത് യൗവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചിന്തിക്കാനാണ് നമ്മൾ സമയമെടുക്കുന്നത്. യഹോവ ഭയമുള്ള ചെറുപ്പക്കാർ, യൗവനക്കാർ, ബാല്യക്കാർ, അത് വചനത്തിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യം 3:5 മുതൽ 7. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? സദൃശ്യവാക്യം 3:5 മുതൽ 7. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക. ആ വാക്യം ഒന്ന് നോക്കിയേ. സദൃശ്യവാക്യം 3:5 പറഞ്ഞിരിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. യഹോവയിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ, പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. നമ്മളെല്ലാം പൂർണ്ണ ഹൃദയത്തോടാണ് ആശ്രയിക്കുന്നത്. 100% ഞാൻ യഹോവയിൽ ചാരുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഇപ്പം എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആൾക്ക് നമ്മളൊരു ഊന്നുവടി കൊടുത്തു. അയാൾ 100% ആ വടി ചാരുന്നത് കൊണ്ടാണ് നിൽക്കുന്നത്, അല്ലേ? ഇപ്പം ഞാനിതാണ്ട് ഈ പ്രസംഗ പീഠത്തിൽ ചാരിയാണ് നിൽക്കുന്നത്. പക്ഷെ 100% ഒന്നും അല്ല. ഇതെടുത്തോണ്ട് പോയാലും ഞാൻ ദാ ഇങ്ങനെ നിൽക്കും, കണ്ടോ? അതിനെ അല്ല ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആശ്രയം എങ്ങനെ ആയിരിക്കണം? 100% എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈ ആശ്രയിക്കുന്ന വസ്തുവിന് സംഭവിച്ചാൽ ഞാൻ പോയി, തകർന്നു, പൊളിഞ്ഞു, തറ വീണു, അല്ലേ? എഴുന്നേക്കാൻ വയ്യാത്ത അപ്പൂപ്പൻ്റെ വടി ഒടിഞ്ഞു പോയാൽ അപ്പൂപ്പൻ തറ വീഴുമെന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം. ദൈവത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ജീവിതം തീർന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൽ പരിപൂർണ ആശ്രയം. ഇനി എന്തിൽ ആശ്രയിക്കരുതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്വന്തം വിവേകം. എന്താ ഈ സ്വന്തം വിവേകം? എന്താ ഈ വിവേകം? വിവേകിനെ അറിയാം എല്ലാവർക്കും, അല്ലേ? സ്കൂളിലൊക്കെ ഉണ്ട്. ഈ വിവേകം ആരാണ്? എന്താ ഈ വിവേകം? നമ്മുടെയൊക്കെ പച്ച മലയാളത്തിൽ എന്താണ്? നിങ്ങളൊക്കെ സാധാരണ സ്കൂളിലൊക്കെ പറയുന്നത് ആരാണ് ഈ വിവേകം? ഈ മലയാളം പലപ്പോഴും നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മലയാളം ബൈബിൾ എഴുതിയതെന്ന് തോന്നും, അല്ലേ? കാരണം എന്താണെന്ന് അറിയാവോ? മലയാളികൾ മലയാളം ഒന്നും പഠിക്കാറില്ല സ്കൂളിൽ. നമ്മുടെ ഭാഷ അത്ര എളുപ്പമൊന്നുമില്ല. ഇംഗ്ലീഷൊക്കെ ചുമ്മാ ആർക്കും പഠിച്ച് കലക്കി പ്രസംഗിക്കാനൊക്കെ പറ്റും. മലയാളം പഠിക്കണേ കുറച്ച് പാടുപെടും. അത്ര ഈ ഗാംഭീര്യമുള്ള ഭാഷയാണ്. അപ്പോൾ എന്താണ് ഈ വിവേകം? പച്ച മലയാളത്തിൽ റോഡിലോട്ടിറങ്ങിയ ഒരാളോട് ആ വാക്ക് പറയാണ് നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്നേ. ബുദ്ധി. അതാരാ പറഞ്ഞേ? ഇനി ആ ബുദ്ധിയിൽ എന്ത് ചേരുന്ന പറഞ്ഞിരിക്കുന്നത്? സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. എന്താ ഈ ഊന്നുക? നേരത്തെ പറഞ്ഞ പോലെ വടിയിൽ ഊന്നുക, അല്ലേ? അപ്പൊ നമ്മളെല്ലാം ബുദ്ധിയിൽ ആശ്രയിക്കാതിരിക്കാൻ തയ്യാറാണോ? പഠിക്കുന്ന പിള്ളേരോട് ഇത് പറഞ്ഞു വെച്ചാലും മതി. ഇനിയിപ്പോൾ ബുദ്ധിയൊന്നും വേണ്ടല്ലേ, അല്ലേ? പഠിക്കടാന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് ഇനി എന്ത് പറയും? ബുദ്ധിയിൽ ആശ്രയിക്കരുത്, വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണോ അതിൻ്റെ അർത്ഥം? പഠിക്കണ്ടെന്നോ, ബുദ്ധി ഉപയോഗിക്കും, മണ്ടനായിക്കോ എന്നാണോ അതിൻ്റെ അർത്ഥം? പിന്നെന്തോ അതിൻ്റെ അർത്ഥം? സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. അതിനാണ് 7ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കണം. നിനക്കു തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തോന്നും ചിലതൊക്കെ ചെയ്താലും ഒരു കുഴപ്പമില്ല. അതാണ് സ്വന്തം ബുദ്ധിയിൽ ഊന്നുക. നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ജ്ഞാനിയായി. എനിക്കറിയാം എങ്ങനെയൊക്കെ ചെയ്യണോ, അല്ലേ? ഈ ടീനേജ് പ്രായം എത്തുമ്പോൾ പിള്ളേർ അപ്പനമ്മമാരോട് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. പഴയ ഓൾഡ് ജനറേഷൻ ഇളവന്മാർക്കൊക്കെ എന്തോ അറിയാൻ, അല്ലേ? എനിക്കറിയാം. എനിക്കെങ്ങനെ അറിയാം? എൻ്റെ സ്കൂളിലുള്ളവന്മാരെല്ലാം ചെയ്യുന്നുണ്ട്, അല്ലേ? ജനറേഷൻ ഗ്യാപ്പ്, അല്ലേ? പുതിയ തലമുറ, നെക്സ്റ്റ് ജെന്നാണ് നമ്മൾ, ന്യൂ ജെന്നാണ് നമ്മൾ, അല്ലേ? ഈ അപ്പനമ്മമാർക്ക് എന്തോ അറിയാം? നേരെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. അപ്പോഴാണ് അവർ നമ്മുടെ അടുത്ത്, അല്ലേ, ഉപദേശം പറയാൻ കടന്നു വരുന്നത് എന്ന് നമുക്ക് തോന്നുന്നതിനെയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ നിങ്ങൾ വിവേകികളാണെന്ന് ചിന്തിക്കരുത്. പിന്നെന്തോ ചെയ്യണം? യഹോവയെ ഭയപ്പെടണം. കേട്ടോ, അവിടാണ് ആ പശ്ചാത്തലം. ചുമ്മാ യഹോവയെ ഭയപ്പെടണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് നന്മ തിന്മകളെ തീരുമാനിക്കരുത്. അതിന് ദൈവം ഇരിപ്പുണ്ട്. സർവജ്ഞാനിയായ ദൈവം നന്മ തിന്മകളെ പറഞ്ഞു തരും. അതിനോട് നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. അതിനവനെ ആശ്രയിക്കണം, അല്ലേ? ആ നന്മ തിന്മകൾ പഠിപ്പിച്ചു തരുന്ന തൻ്റെ വെളിപ്പാടാണ് പുസ്തക രൂപേണ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. ഇപ്പൊ മനസ്സിലായോ, അല്ലേ? എന്നാൽ ഏദൻ തോട്ടത്തിൽ എന്തുവാ നമ്മുടെ അപ്പൻ ആദാം ചെയ്തേ?
അല്ലേ? ഒരു ദിവസം ദൈവം വിളിച്ചിട്ട് അപ്പനോട് എന്തോ കായ്ക്കഴിന്ന് പറഞ്ഞ ഫ്രൂട്ടി തിന്നു. ഓക്കെ, എന്തായിരുന്നു ആ ഫ്രൂട്ടിന്റെ പേര്? നന്മ തിന്മ എന്നാണോ? എന്തോ മിൽമ പോലെ വേറെ നന്മ തിന്മ, എന്തോ നന്മ തിന്മ തീർന്നു, അത്രേ ഉള്ളൂ. വൃക്ഷം, നന്മ തിന്മ വൃക്ഷം എന്നാണോ വൃക്ഷത്തിന്റെ പേര്? ഒരു വാക്കുകൂടുണ്ട്, അറിവിന്റെ വൃക്ഷം. അപ്പൊ കണ്ടോ, 2 മരം ദൈവം വെച്ചു. ഒന്നിന്റെ പേര് ജീവന്റെ വൃക്ഷം. എന്താ ജീവന്റെ വൃക്ഷം? ഒരു പാട്ടുണ്ടല്ലോ, ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, അല്ലെ? അപ്പൊ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഈ ജീവന്റെ വൃക്ഷവും നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം എന്തിനാ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ജീവിക്കാം ഈ ഭൂമിയിൽ. ഒന്നുകിൽ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ, എന്താ വാക്കിന്റെ അർത്ഥം? സംസർഗം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, അവനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കാം. അല്ലെങ്കിൽ നമുക്ക് വീട് വിട്ടിറങ്ങി സ്വന്തമായിട്ട് ജീവിക്കാം, അല്ലേ? ഒന്നെങ്കിൽ അപ്പം അമ്മമാർ പറയുന്ന കേട്ട് ജീവിക്കാം, അല്ലെ വീട്ടിൽ പോയിട്ട് ഞാൻ തന്നെ രാജാവ്, അല്ലേ? അതാണ് ഏദൻ തോട്ടത്തിൽ നടന്ന പരിശോധന. ദൈവം ചോദിക്കുകയാണ് മനുഷ്യനോട്, നിനക്ക് എങ്ങനെ ജീവിക്കണം? നീ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറയും നിനക്ക് ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, നീ അത് കേട്ടങ്ങ് ജീവിക്കുന്നു, സുഖം. അല്ല, നീ തന്നെ നിന്റെ കർത്താവാകുന്നു, നിയന്ത്രിക്കുന്ന യജമാനനാകുന്നു, നിനക്ക് അറിവ് ലഭിക്കുന്നു, നിനക്ക് തോന്നിയ പോലെ നടക്കാം. അപ്പൊ നമ്മുടെ ആദാം നമ്മുടെ പിള്ളേരെ പോലെ ടീനേജ് ആയപ്പോൾ പറഞ്ഞു, ഈ അപ്പനെയൊന്നും എനിക്ക് വേണ്ട, ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ടീൻ തിന്നുകൊണ്ട് പോയി, അല്ലെ? ഇതാണ് മനുഷ്യരാശിക്ക് പറ്റിയ കുഴപ്പം. എന്താണ്? ഞാൻ തന്നെയാണ് എൻ്റെ കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ വാക്കിൻ്റെ അർത്ഥം? യജമാനൻ, ബോസ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു. അതാണ് കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ വ്യാകരണത്തിൽ പഠിക്കുന്ന ക്രിയ ചെയ്യുന്നവൻ കർത്താവ്, അതല്ല. ഇവിടെ കർത്തൃത്വം ചെയ്യുന്നവൻ, അധികാരമുള്ളവൻ, അതാണ് കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം. നമ്മൾ കർത്താവായ യേശു എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അധികാരിയായ യേശുവേ, അല്ലേ? എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എൻ്റെ മേൽ അധികാരം നിനക്കുണ്ട് എന്ന് പറഞ്ഞ് സകല തീരുമാനത്തിനുള്ള അധികാരവും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരായിട്ട് ചിന്തിക്കരുത്, യഹോവയെ ഭയപ്പെട്ടിട്ട് അവൻ ദോഷമെന്ന് പറയുന്നതിനെ വിട്ടുകളയണം. അപ്പൊ കണ്ടോ, യൗവനക്കാർക്ക് യഹോവ ഭയം എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കണം? ദൈവം പറയാണ് ഇത് തെറ്റാണ്, ലോകം മുഴുവൻ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരും പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരും പറയുന്നുണ്ട്, നാട്ടുകാരും പറയുന്നുണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ദൈവം പറയണത് കുഴപ്പമുണ്ട്, അത് ദോഷമാണെന്ന് പറഞ്ഞാൽ ലോകവും നാട്ടുകാരും ഒക്കെ പോട്ടെ, ഞാൻ ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് ദോഷം വിട്ട് അകലൂ എന്ന് പറയുന്നതാണ് യഹോവ ഭയമുള്ള യൗവനക്കാർ, അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ സ്കൂളിൽ പോകുമ്പോൾ പലരും പറയും അതൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലടേ, അതൊക്കെ പണ്ടത്തെ കാലത്തെ ആൾക്കാർ എന്തൊക്കെയോ പറയുമായിരുന്നു, അല്ലേ? ഇപ്പൊ ഒരുപാട് അങ്ങനത്തെ തെറ്റായ ഉപദേശങ്ങൾ കേൾക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് പോയാൽ മതി, സ്കൂളിൽ പോയാൽ മതി, അല്ലേ? നിങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളെന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് കാലത്ത് കോളേജിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കുന്ന വളരെ പേടിച്ചു പോകേണ്ട ഒരു യുദ്ധഭൂമിയാണ് സ്കൂള്. അപ്പം നിങ്ങൾ സ്കൂളിൽ പോകുമ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന വിവേകമില്ലാത്ത വിവേക് പറയും, എടാ വാ, ഇത് മണപ്പിക്കടാ, ഇത് കൊള്ളാടാ, അവിടെ പോവാടാ, ഇത് ചെയ്യാവടാ, ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചിന്തിക്കാം, അതൊക്കെ ചുമ്മാ ഓരോരുത്തർ വലുതൊക്കെ പറയും, അതൊക്കെ പോടാന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം എന്തോ ആവും വെച്ച് നീട്ടുന്നേ. നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്, അല്ലേ? സ്വന്തമായിട്ട് തീരുമാനിക്കാൻ നന്മതിന്മകളൊക്കെ. അപ്പോഴാണ് ഈ വചനം ഓർക്കേണ്ടത്. അയ്യോ, പാടില്ല, സ്വന്തം കണ്ണിൽ നിങ്ങൾ വിവേകികളാണെന്ന് ചിന്തിക്കരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, യഹോവയിൽ ആശ്രയിക്കണം. എന്നിട്ട് അവനെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറണം. അത് എവിടെ ചെയ്യണം? 1-2 കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അല്ല, 6-ാമത്തെ വാക്യം, എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളണം. സൺഡേ വരുമ്പോൾ കുറച്ച് മതപരമായ കാര്യങ്ങൾ, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിൽ മാത്രമല്ല, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷ പാസ്സാവണം, എന്ത് ഭാവി തിരഞ്ഞെടുക്കണം, എങ്ങനെ ഭാവി തിരഞ്ഞെടുക്കണം, കല്യാണം എങ്ങനെ കഴിക്കണം, എന്താണ് കല്യാണം, എന്താണ് അതിൻ്റെ നിർവചനം, ഈ എല്ലാ വിഷയത്തിലും യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടകന്ന് അവൻ്റെ വചനം പറയുന്നത് കേട്ടനുസരിക്കണം. ഇതാണ് യഹോവ ഭക്തിയുള്ള ഒരു പുരുഷനോ സ്ത്രീയോ യൗവനക്കാരുടെയൊക്കെ ചിത്രം, അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ വചന പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഈ യഹോവ ഭയം എന്നുള്ളത്, അല്ലേ? യഹോവ ഭയം എന്ന് പറയുന്നത് ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം, റെസ്പോൺസ്, അല്ലേ? ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ഒരു മാറ്റമില്ലേ എന്ന് പറയുന്ന പോലെ ദൈവത്തെ കണ്ടുമുട്ടിയാൽ എന്തോ മാറ്റം വരും. അതിൻ്റെ പേരാണ് ദൈവഭയം, അല്ലേ? വലിയൊരു വിശിഷ്ട അതിഥിയെ കണ്ടുമുട്ടി, ഒരു വലിയ സെലിബ്രിറ്റിയെ കണ്ടുമുട്ടി. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നവരിയ്ക്കുമോ? ഇപ്പം എന്നെ കണ്ടേച്ചിരിക്കുന്നവരിയ്ക്കുമോ? ഇല്ല. അത് നിങ്ങൾ തുള്ളിച്ചാടുമ്പോഴും ജീവിതമാകെ മാറി എന്ന് പറഞ്ഞ പോലെ ആവും.
അല്ലേ? ആ സെലിബ്രിറ്റി നിങ്ങളോട് പറയും, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കൂടെ നടക്കാൻ പോകാന്ന് പറഞ്ഞാൽ അയ്യോ ജീവിതം മാറി, അല്ലേ? എന്ന് പറഞ്ഞവരാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജീവിതം മാറണം, അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മൾ നടക്കണം. ഇനി ഈ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ അവസാനം പറഞ്ഞ കാര്യമാണ്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറണം, അല്ലേ? ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. എല്ലാം സദൃശ്യവാക്യമാണ്, ഞാൻ പുസ്തകത്തിന്റെ പേര് ഇനി പറയുന്നില്ല. 8:13 ഒന്ന് വായിച്ചേ. 8:13. ആ ആ ശരിയല്ലേ? ദുർമാർഗം, ആ വക്രത. ആ എല്ലാവരും കേട്ടോ ആ വാക്യം? യഹോവ ഭക്തി, യഹോവ ഭക്തി, യഹോവ ഭയം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്, ഫിയർ ഓഫ് ദ ലോർഡ്, അല്ലേ? യഹോവ ഭയം, അതിനെ യഹോവ ഭക്തി എന്നും മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. യഹോവ ഭക്തി എന്താകുന്നു? ദോഷത്തെ വെറുക്കുന്നതാകുന്നു. പ്രായോഗിക തലത്തിൽ ഇതാണ് യഹോവ ഭക്തി, വേറെ ഒന്നുമല്ല. അപ്പോൾ ജീവിതത്തിൽ യഹോവ ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ പ്രാർത്ഥനയുടെ ലിസ്റ്റും, ഞാൻ ഒരു ദിവസം ഇത്ര ചാപ്റ്റർ വായിക്കും, എനിക്ക് ഇത്ര വാക്യങ്ങൾ കാണാതറിയാം, സൺഡേ സ്കൂളിൽ ഞാൻ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊന്നും അറിയണ്ട. യഹോവ ഭയമുണ്ടോ ഇല്ലെന്ന് എവിടെ നോക്കിയാൽ മതി? ദോഷം വിട്ടകലുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, അല്ലേ? ഇപ്പോൾ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, 10ാം ക്ലാസ് പാസ്സായോ? ഞാൻ മോഡലിന് ഭയങ്കര മാർക്കായിരുന്നു, എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, എപ്പോഴും ടീച്ചർ എന്നെയാണ് മുമ്പിൽ വിളിച്ചിരുത്തി പഠിപ്പിക്കാൻ പറയുന്നത്, എടാ നീ പരീക്ഷ പാസ്സായോ? ഇല്ല, തോറ്റു. പിന്നെ നീ 10ാം ക്ലാസ്സിലൊന്നും പഠിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? പറയാൻ പറ്റുമോ? ഞാനാണ് ക്ലാസ്സിൽ ഫസ്റ്റ്, ഞാനായിരുന്നു മോഡലിൽ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതൊന്നും വ്യക്തമാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ യഹോവ ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സഭയിലൊക്കെ പോകുന്നുണ്ടല്ലോ, എല്ലാ മീറ്റിങ്ങിനും പോയി ബോറടി പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? എനിക്ക് വചനം കുറച്ചൊക്കെ കാണാനറിയാം, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടം, അതൊന്നുമല്ല. ദോഷം വിട്ടകലുന്നുണ്ടോ? എന്തോ ഈ ദോഷം? മലയാളം ബൈബിളിൽ ദോഷം എന്ന് പറഞ്ഞിരിക്കുന്നത് പാപം, പാപത്തെക്കാളും കടുപ്പിച്ചൊരു വാക്കാണ് ഈ ദോഷം, ഈവിൾ. കർത്താവിന് വെറുപ്പുള്ളതെല്ലാം ഉണ്ട് അതിനകത്ത്. അതിനെ എന്ത് ചെയ്യണം? വിട്ടകലനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രലോഭനങ്ങൾ വരുമ്പോൾ, ആ വാക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രായക്കാർക്ക് മനസ്സിലാകില്ല, ടെംപ്റ്റേഷൻ, അല്ലേ? പ്രലോഭനം വരുമ്പം അത് വേണ്ടെന്ന് വെക്കുന്നവനായിരിക്കണം. ഓയ്യോ, നമ്മുടെ തലമുറയിൽ അങ്ങനത്തെവരൊക്കെ ഉണ്ടോ? അല്ലേ? നമ്മളൊക്കെ അങ്ങ് പ്രലോഭനം വരുന്നത് പോലും അറിയുന്നില്ല, കാരണം അതിനകത്ത് ജീവിക്കുക. വന്നായിരുന്നു, അല്ലേ? അല്ലേ? ഒരാൾ കടലിൽ മുങ്ങിക്കിടക്കുക, തിര വന്നു കേട്ടോ, എവിടെ? 3-4 അടി താഴെ കിടക്കുന്നവന് തിര വന്നാൽ തിര പോയാൽ അല്ലേ? മുങ്ങിക്കിടക്കുക എന്ന് പറയുന്നത്. പ്രലോഭനമൊന്നും എനിക്കില്ലല്ലോടെ, നീ പാപത്തിൽ ജീവിക്കുന്നവനായിട്ട് നീ അറിയുന്നില്ല. ഭക്തനെ അറിയുന്നുള്ളൂ പ്രലോഭനം വരുന്നല്ലോ, അങ്ങോട്ടൊരു വലി വരുന്നുണ്ടല്ലോ, അല്ലേ? അത് വരുമ്പോൾ ദോഷം വിട്ടകലുന്നു. അവിടെ എടുത്തു പറഞ്ഞു, ഇതാണ് യഹോവ ഭക്തി. ഇത് കുറച്ചിട്ടുള്ളതൊന്നും ഭക്തിയൊന്നുമല്ല. പാട്ട് പാടുന്ന, അല്ലെങ്കിൽ വചനം കുറെ കാണാൻ പഠിച്ചു, ഇതുപോലെ പ്രസംഗിക്കാൻ പറ്റുന്നു, ഇതൊന്നും ഭക്തിയൊന്നുമല്ല. ഇന്ന് നിങ്ങൾ ആരും എൻ്റെ യഹോവ ഭക്തി ഇന്ന് കണ്ടിട്ടില്ല. ഞാൻ കുറെ പ്രസംഗിച്ചെന്നല്ലാതെ യഹോവ ഭയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതും യഹോവ ഭക്തിയല്ല, അല്ലേ? ഞാൻ വീട്ടിൽ കാണിക്കുന്നതാണ് എൻ്റെ യഹോവ ഭക്തി. എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ പ്രലോഭനം വരുമ്പോൾ ദോഷം വിട്ട് അകലുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താ ദോഷം? ഇവിടെ പറഞ്ഞിരിക്കുക, അടുത്ത വാക്ക് എന്താ? ഡംഭം. അയ്യോ, അതെന്തോ? അതൊന്നും മലയാളികൾക്കൊന്നും അറിവിടാത്ത വാക്കുകളായത്, അല്ലേ? ഡംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം തന്നെയാണ്, അഹംഭാവം എന്നുള്ള അർത്ഥമാണ്. ഇംഗ്ലീഷിൽ പ്രൈഡ് ആൻഡ് എറഗൻസ്. ഇവിടെ ഡംഭവും അഹങ്കാരവും, അല്ലേ? അഹംഭാവവും അഹങ്കാരവും, അതായത് സ്വന്തം ഉള്ളത്തിൽ തോന്നുന്ന ഒരു അഹങ്കാരമുണ്ട്, പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു അഹങ്കാരവും ഉണ്ട്. അത് പുറത്തിറങ്ങി വരുന്നത്, അല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുക, ഞാൻ വലിയ ആളാണ് എന്നൊരു ചിന്ത വരുമല്ലോ, അല്ലേ? അങ്ങനെ ഒരു ചിന്ത വരുന്നതിനെ ഡംഭം എന്ന് പറയും. പിന്നെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ വേറുള്ളവരുടെ മുമ്പിൽ വിളച്ചിലെടുക്കുക, ഞാനൊക്കെ എന്തോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ. ഈ ഡംഭം, ഈ അഹങ്കാരം, പിന്നെ പറഞ്ഞ ദുർമാർഗം. അപ്പൊ ദോഷത്തിലേക്ക് പോകുന്ന എല്ലാ മാർഗവും അതിനകത്തുണ്ട്. ഈവിൾ വേ, ദുർമാർഗം, അല്ലേ? ആ പോകുന്ന വഴി. പിന്നെ പറഞ്ഞ വക്രതയുള്ള വായ്, അല്ലേ? വക്രത എന്നുള്ള വാക്ക് ഞാൻ നേരത്തെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. പെർവേഴ്സ്, അതായത് നേരായ ഒരു വഴിയിൽ നിന്ന് വഴി തെറ്റിപ്പോവുക. അതാണ് അതിൻ്റെ അടിസ്ഥാന അർത്ഥത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ചിത്രം, അല്ലേ? ചിലരൊക്കെ റോഡ് നല്ല ടാറിട്ടാൽ സൈഡിൽ കൂടെ ഓടിച്ചാലേ അവനൊരു സുഖമുള്ളൂ, അല്ലേ? റോഡൊക്കെ തെറ്റിച്ച് ഓടിക്കുക, അല്ലേ? മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞാൽ മര്യാദക്കായിട്ട് കാണിക്കുമ്പോഴേ ഒരു സുഖമുള്ളൂ, അല്ലേ? അത് സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ? ടീച്ചർമാരെല്ലാം ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അത് ചെയ്യുന്നെങ്കിൽ പിന്നെ ഞാനൊരുത്തൻ
മിടുക്കനാവാൻ വേണ്ടി അത് ചെയ്യൂല, അല്ലേ? അപ്പോൾ അതിലൊരു ഗമ കണ്ടുകയാണ്. അതാണ് വക്രത എന്ന് പറയുന്നത്, അല്ലേ? ആ വക്രത മൊത്തമാണെന്നല്ല പറഞ്ഞു, വക്രതയുള്ള വായ്. അപ്പോൾ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ചീത്ത വിളിക്കുക, സ്നേഹത്തിലില്ലാത്ത വാക്കുകൾ പറയുക, അല്ലേ? അസഭ്യം പറയുക, അശ്ലീലത പറയുക, എല്ലാ പരിപാടിയും അതിനകത്തുണ്ട്, അല്ലേ? നാവ്. ഇതിനെയെല്ലാം ഈ എഴുതിയ വ്യക്തി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പകയ്ക്കുന്നു, വെറുക്കുന്നു. അപ്പോൾ യഹോവ ഭയമുള്ള വ്യക്തി പറയുകയാണ്, അല്ലേ? ഇവിടെ ജ്ഞാനം തന്നെയാണ് സംസാരിക്കുന്നത്, നമ്മൾ അതിലോട്ട് കടക്കുന്നില്ല. ജ്ഞാനം തന്നെ ഒരു സ്ത്രീ പോലെ, ഒരു സ്ത്രീ രൂപമായിട്ട് പറയുകയാണ്, ഞാനിതെല്ലാം വെറുക്കുന്നു. അപ്പോൾ യഹോവ ഭക്തിയുള്ള യൗവനക്കാർ എന്തൊക്കെ വെറുക്കണം? അഹംഭാവം, അഹങ്കാരം, അല്ലേ? ദുർമാർഗം, പിന്നെന്താണ്? വക്രതയുള്ള വായ്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ മനോഭാവം, ഞാൻ വലിയ ആളാണ്, നിങ്ങളുടെ കണ്ണിൽ തന്നെ നിങ്ങൾ ജ്ഞാനിയാണോ? ആണോ? നിങ്ങളെക്കാളും കുറവുള്ള പിള്ളേരെ കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളം, അല്ലേ? നമുക്കൊരു സന്തോഷമൊക്കെ വരുന്നുണ്ടോ? അതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ ദുർമാർഗം, നമ്മുടെയൊക്കെ വഴികൾ, നമ്മൾ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്നത്, നമ്മുടെ പ്രവർത്തികളൊക്കെ ഒന്ന് ചിന്തിച്ചേ. മനോഭാവം കഴിഞ്ഞിട്ട് പ്രവർത്തികൾ, നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനമ്മമാരോടുള്ള അനുസരണം, ടീച്ചർമാരോടുള്ള അനുസരണം, സഭയ്ക്കകത്തെ അനുസരണം, അല്ലേ? ഇതൊക്കെ ആ ദുർമാർഗത്തിൽ വരുന്നുണ്ട്, അല്ലേ? മൊബൈലെടുത്ത് ചെയ്യുന്ന പരിപാടി എല്ലാം ദുർമാർഗം വിഷയം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വായ്, നമ്മുടെയൊക്കെ വാക്കുകൾ എങ്ങനെയാണ്? നിങ്ങളുടെയൊക്കെ വാക്കുകൾ എങ്ങനെ? നിങ്ങളെയൊന്നും ഞാൻ എന്താ പറയുക, വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല. നിങ്ങളുടെ അപ്പനും അമ്മയോട് ചോദിക്കണം, എങ്ങനെയുണ്ട് ഈ പുള്ളി? ഒരു സ്ഥിരം ശൈലി എന്താണ് വായിന്ന് വരുന്നത്? അയ്യോ പറയാൻ കൊള്ളത്തില്ല ബ്രദറെ എന്നാണോ? ഇവിടെ സഭയിലൊന്നും വെച്ച് പറയാൻ കൊള്ളത്തില്ല, അത്ര വൃത്തികെട്ട വാക്ക എന്നാണോ പറയുന്നത്? അതോ എപ്പം നോക്കിയാലും കുറെ കൂറെ കോമഡി അടിച്ചുകൊണ്ടിരിക്കും, അതാണോ? അതുമൊക്കെ ഈ പ്രശ്നമായി, വക്രത അതല്ല, അല്ലേ? ഒരുപാട് കോമഡി എന്ന് പറഞ്ഞാൽ നല്ല കോമഡിയുണ്ട്, ചീത്ത കോമഡിയുണ്ട്, പാപത്തിലേക്ക് നയിക്കുന്ന കോമഡിയുണ്ട്, അല്ലേ? ചുമ്മാ കോമഡി അടിക്കുക, ടീച്ചർമാരെയൊക്കെ കളിയാക്കുക, അതൊക്കെ ശരിയായതായിട്ട് തോന്നുന്നുണ്ടോ, അല്ലേ? ഇപ്പോൾ ടീച്ചറും കൂടെ ഒരു കോമഡി പറഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മൾ കൂടെ ചിരിക്കാം, അല്ലാതെ ടീച്ചറെ കളിയാക്കുക, ടീച്ചറെ ആക്ഷേപിക്കുക, അതൊന്നും ശരിയല്ല. അതൊക്കെ അധികാരികളോടുള്ള നമ്മുടെ ഈ അകത്തിരിക്കുന്ന സാധനമാണ്, ഞാനാണ് യജമാനൻ, നീയൊന്നും അല്ല എന്നുള്ള ആ സാധനമാണ് ഈ പുറത്തിറങ്ങി വരുന്നത്. അപ്പോൾ കണ്ടോ, ഇതെല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ്, അല്ലേ? അപ്പോൾ ദോഷം വിട്ടകലണം. ഈ സദൃശ്യവാക്യങ്ങൾ പുസ്തകം വായിക്കുമ്പം പല സ്ഥലത്തും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രബോധനങ്ങൾ, കൽപ്പനകൾ പ്രത്യേകിച്ച് യൗവനക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും ഉള്ള പുസ്തകമാണ്, എല്ലാ വിശ്വാസിയും വായിച്ച് പഠിക്കേണ്ട വിശ്വാസമാണ്. ജ്ഞാനമെന്ന വിഷയം പൊതുവായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നൊരു വിഷയമാണെങ്കിലും പ്രത്യേകിച്ചിത് പുതിയ തലമുറ, അടുത്ത തലമുറയ്ക്ക് ആ ജ്ഞാനം കൈമാറുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ തുടക്കമുള്ള ഒരു 10 അധ്യായം വായിക്കുമ്പോൾ അറിയാം. സദൃശ്യവാക്യം വായിച്ചിട്ടുള്ളവർക്കറിയാം, 10 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറേ പഴഞ്ചൊല്ലുകൾ പോലെ ഇങ്ങനെ ചൊല്ലുകളാണ്, അല്ലേ? പക്ഷെ ആദ്യത്തെ 10 അധ്യായം അങ്ങനല്ല, അത് തുടർമാനമായ പ്രബോധനമാണ്. അവിടെ എല്ലാം കാണുന്ന ഒരു കാര്യം, മകനെ, മക്കളെ, അങ്ങനെ ഒരു അപ്പൻ തൻ്റെ മക്കളോട് പറയുന്നതാണ്, മോനെ ഈ ഉപദേശം നീ കേൾക്കണം, അല്ലേ? ഇന്നത്തെ കാലത്ത് ഉപദേശം ഒന്ന് കേട്ടാലേ പിള്ളേർ ഓടും. ആർക്കാ ഈ ഉപദേശം? ചുമ്മാ കൊല്ലാൻ വരുന്നില്ല, ആത്തി കുറേ ഉപദേശം പറയാൻ മാത്രം അറിയാം, അല്ലേ? അങ്ങനത്തെ ഏതോ തല്ലിപ്പുളി അപ്പനല്ലേ കേട്ടോ, ഇത് നല്ല അപ്പനായി അപ്പൻ. ഈ അപ്പം പറയുന്നത് ദൈവവചനമാണ്, അല്ലാതെ പുള്ളി അനുസരിക്കാത്ത ഏതൊക്കെയോ തത്വം വിളമ്പും അല്ല വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് വായിക്കുന്നില്ല, ഒരു വാക്യം മാത്രം വായിക്കുക. 1:4 സദൃശ്യവാക്യങ്ങൾ 1:4. ഈ പുസ്തകം എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയതെന്ന് ചോദിച്ചപ്പോൾ തുടക്കം തന്നെ പറഞ്ഞിരിക്കുകയാണ്. 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചേ. അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധി പകർന്നു കൊടുക്കുവാനും. ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ബാലൻ? ഏത് ബാലൻ? ബാലൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് യൗവനക്കാരെന്നുള്ള ഉദ്ദേശത്തിനാണ്. പക്ഷെ ആ യൗവനക്കാർക്ക് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? പരിജ്ഞാനവും വകതിരിവും നൽകുന്നു. എനിക്ക് ആ മലയാളത്തിലെ ആ വാക്ക് വലിയ ഇഷ്ടമാണ്, വകതിരിവ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുക? വക തിരിവ്. വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം, അല്ലേ? നന്മ തിന്മകളെ തിരിച്ചറിയുക, അതാണ് ഓരോന്നിനെ ഓരോ, ഇത് തിന്മ വകയാണ്, അത് നന്മ വകയാണ് എന്നിങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു പരിജ്ഞാനം. അത് പക്ഷേ എവിടുന്ന? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം ജ്ഞാനം തന്നിട്ട് പറയണം, മോനെ ഇത് തള്ളിക്കളയണം, ഇത് സ്വീകരിക്കണം. അങ്ങനെ വകതിരിവ് വരികയാണ്, അല്ലേ? വകതിരിവില്ലാത്ത ഒരാൾ നന്മയും തിന്മയും ഒന്നും തിരിച്ചറിയാതെ എന്തും വിഴുങ്ങിക്കൊണ്ട് നടക്കും, അല്ലേ?
ഇപ്പം നമ്മൾ ഒരു ദിവസം പുറത്തോട്ട് പോയപ്പോൾ നോക്കുമ്പോൾ ഒരു പയ്യനാണ് റോഡിൽ ഇരുന്ന് ചെളിയെല്ലാം തിന്നുകൊണ്ടിരിക്കുന്നു. അയ്യടാ, ഇവനെന്തോ കുഴപ്പമുണ്ട്, ഇവന് ആഹാരവും ചെളിയും തമ്മിൽ തിരിച്ചറിഞ്ഞൂടാ അല്ലേ എന്ന് പറഞ്ഞാൽ അവന് വകതിരിവില്ല ആ രീതിയിൽ. എന്ന് പറഞ്ഞാൽ ധാർമ്മിക കാര്യങ്ങളിൽ, സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ അല്ലെ, നന്മ തിന്മകളുടെ വിഷയത്തിൽ തിരിച്ചറിവ്, ഏതാണ് നല്ലത്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ഒരു ബോധം, ഒരു തിരിച്ചറിവ് നൽകുന്നതിനാണ് വകതിരിവ് എന്ന് പറയുന്നത്. ഡിസ്ക്രീഷൻ ഇംഗ്ലീഷിൽ പറയും, ഡിസേണിങ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ അല്ലേ. ആ വകതിരിവ് നൽകാനാണ് ഈ പുസ്തകം എഴുതിയത്. ഇത്രയും നല്ല പുസ്തകം ബൈബിളിൽ ഉണ്ടായിട്ട് നമ്മളാരും നോക്കിയില്ലല്ലോ അല്ലേ, നന്മ തിന്മയൊക്കെ പറഞ്ഞു തരുമെന്ന്. അപ്പോൾ കണ്ടോ, ബാലനെ, പിന്നെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് മകനെ, പിന്നെ 7, 8, 15, 2-ാം അധ്യായം 1 മുതൽ 5, ഇവിടെ എല്ലാം പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ കാണാം മകനെ, മകനെ, മക്കളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളെല്ലാവരും വായിച്ച് പഠിക്കണം. പണ്ടാരാണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന് 31 അധ്യായമുണ്ട്. ഒരു മാസം നമുക്ക് വായിക്കാം അല്ലേ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത് വായിക്കാം. പക്ഷെ പലരും ഇതൊരുമാതിരി പേപ്പർ വായിക്കുന്ന പോലെ വായിച്ചു വിടും. അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല, ധ്യാനിക്കണം. 2-1 മുതൽ 5 വരെ നമുക്കൊന്ന് നോക്കാം. ഞാൻ തന്നെ വായിക്കാം. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്വത്തിനായി ശബ്ദമുയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച നിക്ഷേപങ്ങളെ പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. നമ്മൾ രാവിലത്തെ പ്രസംഗവും ഇപ്പോഴത്തെ പ്രസംഗത്തിലെല്ലാം പറയുന്നത് യഹോവ ഭയം വേണം, യഹോവ ഭക്തി വേണം. ഇതെങ്ങനെ കിട്ടും? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കുറേ കാര്യങ്ങൾ ചെയ്താലേ ഉള്ളൂ. എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? ചെവി കൊടുക്കണം. ചുമ്മാ പ്രസംഗം കേൾക്കാൻ ആർക്കും പറ്റും. ചെവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം ചായ്ക്കണം, ഒരു മനസ്സൊരുക്കം വേണം, വില്ലിങ്നെസ് അല്ലേ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോഴും വീട്ടിൽ അപ്പനമ്മമാർ പറയുമ്പോഴും ഒക്കെ ഇങ്ങനെ നിന്ന് അല്ലേ, ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ അപ്പം തന്നെ മറന്നു അല്ലേ. അതുകൊണ്ടാണ് പലപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം പിന്നെ അടുത്ത ദിവസം അന്ന് വൈകുന്നേരം തന്നെ ഒന്നും അറിഞ്ഞൂടാ, ചെവി കൊടുത്തില്ല. അപ്പൊ തുടക്കം എവിടെയാണ്? ചെവി കൊടുക്കുക. കർത്താവേ, ഇത് ശരിയാണ്, എനിക്ക് ജ്ഞാനമൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് നന്മയും തിന്മയൊക്കെ തിരിച്ചറിയാൻ പോയാൽ ഒരു ഗുണവും പിടിക്കാൻ പോകുന്നില്ല, കാരണം എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. എനിക്കൊരു അധികാരി വേണം, എനിക്ക് പറഞ്ഞു തരണം ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നുള്ളത്. ഞാൻ നിന്റെ വചനത്തോടെ ചെവി ചായ്ക്കാം. അവിടാണ് തുടക്കം. അത് തുടങ്ങാത്തവൻ പിന്നെ ഇനി വേറെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ വചനത്തോട് കീഴ്പ്പെട്ട് നമ്മൾ വചനം കേൾക്കണം. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, മനോരമ പത്രം വായിക്കുന്ന പോലെ വായിച്ചിട്ട് കാര്യമില്ല. ചറപറ കുറേ അറിവ് കിട്ടി. ഈ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓ ശരി, മനോരമയുടെ 3-ാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്തോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണം? ചെവി ചായ്ച്ച് കേൾക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ, റീഡിംഗ് അല്ല, അത് കൂടുതലാണത് അല്ലേ. ഇതിന്ന് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് വചനം കേൾക്കുന്നു, അത് വേറെ കാര്യം അത് അല്ലേ. അങ്ങനെ നിങ്ങൾ ചെവി ചായ്ച്ചിട്ട് അവിടെയും തീരുന്നില്ല, എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളണം, ഏറ്റെടുക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഇനി അതിനോട് യോജിക്കണോ? ഇത് പാടില്ല എന്ന് പറയുന്നു, അത് പാടുണ്ടെന്നൊക്കെ ദൈവം പറയുന്നു, അതിനോട് നമുക്ക് എഗ്രി ചെയ്യാം, സമ്മതിക്കാം. അതാണ് കൈക്കൊള്ളുക. ശരിയാണ്, ഇത് തന്നെയാണ് കറക്റ്റ്. അങ്ങനെ കൈക്കൊണ്ട് പിന്നെ എന്ത് ചെയ്യണം? ഉള്ളിൽ സംഗ്രഹിക്കണം. അതിൻ്റെ ഉള്ളത്തിൽ പോകണം. അത് തലച്ചോറ് ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ. ഇനി ഞാൻ അതെൻ്റെ ജീവിതത്തെ ഭരിക്കാനായിട്ട് ഞാൻ അനുവദിക്കും. അതും കഴിഞ്ഞിട്ടും തീരുന്നില്ല. പിന്നെന്താണ്? പിന്നെ നമ്മൾ നിലവിളിക്കണം, പ്രാർത്ഥിക്കണം. കണ്ടോ, വചനമൊക്കെ മനസ്സിലായി, പൂർണ്ണ ബോധ്യം ഉണ്ടായി, ഞാനിത് അനുസരിക്കേണ്ടവനാണെന്നൊക്കെ മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നുവെങ്കിൽ, കർത്താവ് ഇതൊന്ന് അനുസരിക്കാനുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും ഒക്കെ എനിക്കൊന്ന് പകർന്നു നൽകണമേ. ഈ പറയുന്ന പോലൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ എനിക്ക് യഹോവ ഭയം തരണമേ എന്ന് നിരന്തരമായ പ്രാർത്ഥന കടന്നു വരണം അല്ലേ. ചിലരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ആ പരീക്ഷ പാസ്സായി, എനിക്ക് ഇതാകണമെന്നൊക്കെ ഇപ്പോഴേ 8ാം ക്ലാസ്സിലേ പ്രാർത്ഥിച്ചു തുടങ്ങും ചിലർ. അതുപോലെ പ്രാർത്ഥിക്കണം അല്ലേ. ഇപ്പോൾ IIT ഒക്കെ എഴുതി ചാടണമെങ്കിൽ 8ാം ക്ലാസ്സിലെ തുടങ്ങണം അല്ലേ. ചിലരൊക്കെ 8ാം ക്ലാസ്സിലെ അങ്ങ് തുടങ്ങും IIT
8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് IIT കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാലും IIT IAS എന്നൊക്കെ പറയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കണം? യഹോവ ഭയം. യഹോവ ഭയം എനിക്ക് വേണം. എനിക്ക് IIT കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, യഹോവ ഭയം വേണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെങ്ങനെ? വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നുവെങ്കിൽ അപ്പോ അല്ലാതെ എൻ്റെ ഒരു റബ്ബർ ബാൻഡ് ഇവിടെ കണ്ടുപോയി ഒന്ന് തപ്പി കണ്ടുപിടിച്ച് തരും, അത് പോകാൻ പറ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കൊള്ളാം യഹോവ ഭയം അല്ലേ? നിങ്ങളുടെ അപ്പം വാങ്ങിച്ചു തന്ന 1 ലക്ഷം രൂപയുടെ ഐഫോൺ എന്നാണ്ട് ഈ പറമ്പിലെവിടെയോ പോയി കേട്ടോ. നമ്മൾ എങ്ങനെയായിരിക്കും അന്വേഷിക്കുന്നത്? ഇന്ന് രാത്രി ഇവിടെ കിടക്കും കിട്ടുന്നവരെ അല്ലേ? അന്വേഷണത്തോടെ അന്വേഷണം. അങ്ങനെ ഐഫോൺ വെറും ഊച്ചി സാധനം, അതിനെപ്പോലെ അല്ലെ ഇവിടെ പറഞ്ഞ വെള്ളിയെ പോലെ നിക്ഷേപങ്ങളെ പോലെ തിരയണം. കർത്താവ് ഇത് കിട്ടാതെ പറ്റത്തില്ല. ഇതാണ് നിക്ഷേപം, ട്രഷർ. അങ്ങനെ ഒരു ട്രഷർ ഹണ്ട് നടത്തണം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ത്വരയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കണ്ടോ, വചനം കൈക്കൊള്ളണം, ഏറ്റെടുക്കണം, പ്രാർത്ഥിക്കണം. ഇത് കിട്ടിയേ മതിയാകുമെന്ന് അതിതീക്ഷ്ണമായ ഒരു ആഗ്രഹം വേണം. ഇത്രയും ഉണ്ടെങ്കിൽ പറയുകയാണ് എങ്കിൽ, 4ാമത്തെ വാക്യത്തിന്റെ അവസാനം എങ്കിൽ. അപ്പൊ അത് എല്ലാവർക്കും ഒന്നും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. എങ്കിൽ ഇതൊക്കെ ചെയ്യുമെങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവ പരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് പലർക്കും യഹോവ ഭക്തിയും ഭയമൊന്നും ഇല്ലാത്ത അല്ലെ? ഇത്ര തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നവരില്ല. പലരും ഈ പ്രാർത്ഥനയൊക്കെ നടത്തി എങ്ങനെയും ഒന്ന് ജീവിച്ചു പോയാൽ മതി, വയറ്റിപ്പഴപ്പ്, ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ വലിയ ഭക്തനൊന്നും ആവണ്ട, പള്ളിയുടെ ബാക്കിൽ ഇരുന്നതാണ്, രക്ഷിക്കപ്പെട്ടു. ഇനി പ്രാർത്ഥന, പാട്ട്, അതൊക്കെ സൺഡേ മാത്രം. ബാക്കി സമയം എനിക്ക് ജോലി ചെയ്യണം, എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം, എനിക്ക് ലോകത്തിൽ വലിയ ആളാവണം, ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരെ പോലൊക്കെ തന്നെ ജീവിക്കുന്നവരെ സൺഡേ ഒരു 2 മണിക്കൂർ വ്യത്യസ്തനാണ്, അത്രയേ ഉള്ളൂ. അത് മതി അല്ലേ? നമ്മളോട് ചിലർ പറയും, അയ്യോ IIT ഒന്നും എഴുതുന്നില്ലേ, എങ്ങനെയാലും ഒന്ന് 12ാം ക്ലാസ് ഒന്ന് ജയിച്ചിട്ട് ഇത് നിർത്തണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ? നമ്മളെല്ലാവരും അങ്ങ് IIT വർക്ക് ചെയ്ത് അമേരിക്ക ഇപ്പോൾ PhD എടുക്കാൻ നിൽക്കുകയാണോ? എത്ര പേരുണ്ട് അങ്ങനെ അമേരിക്ക PhD എടുക്കാൻ നിൽക്കുന്നവർ? ഇപ്പോഴും 8ാം ക്ലാസ്സിലെ പഠിച്ച് തകർത്ത് ഇപ്പോഴേ 12ാം ക്ലാസ്സിലെ കാൽക്കുലസ് ഒക്കെ ചെയ്യുന്നവരുണ്ടോ 8ാം ക്ലാസ്സിൽ? ഇല്ല അല്ലേ? നമ്മൾ പറയും ജയിച്ചാൽ മതി അല്ലേ? പലപ്പോഴും ഞാൻ പിള്ളേരോട് എങ്ങനെയൊക്കെ പോകുന്നു പഠിത്തം, കുഴപ്പമില്ല. ഈ കുഴപ്പമില്ലാത്തതിൻ്റെ അർത്ഥം എന്താണ്? അതായത് തീരെ മോശമല്ല, തീരെ വലിയ അറ്റത്തുമല്ല. ക്രിസ്തീയ ജീവിതവും പലർക്കും അങ്ങനെയൊക്കെയാണ്. നരകത്തിൽ പോകത്തില്ല, സ്വർഗത്തിൽ വലിയ രാജാവൊന്നും ആകത്തില്ല, അവിടെ വാതിൽ തുറന്നു കൊടുക്കുന്നവനായിരിക്കും. അത് മതി, അത് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയുള്ളവർ യഹോവഭയമൊന്നും ഗ്രഹിക്കാൻ പോകുന്നില്ല. ഇവിടെ തീക്ഷ്ണമായൊരാഗ്രഹം വേണം. എനിക്കിത് കിട്ടിയേ മതിയാവും. വർഷങ്ങൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും, 40 വയസ്സ് വരെ പോകണമായിരിക്കും, പക്ഷെ എനിക്ക് കിട്ടിയേ മതിയാവും. അങ്ങനെ ഒരു ആഗ്രഹം വേണമെന്ന് ഈ അപ്പൻ മോനോട് പറയണം, മോനെ പാതി ഹൃദയമൊന്നും വെച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല, ആർക്കാണ്ടോ വേണ്ടി ഇത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പനും അമ്മയും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയി യൗവനക്കാരുടെ മീറ്റിങ്ങിൽ ഇരുന്നു അല്ലേ? അപ്പം എനിക്കിങ്ങനത്തെ ഭാഗ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ 17ാം വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. ഞാൻ അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് എന്നെ ആരും തല്ലിപ്പഴിപ്പിച്ച് ഒരു സൺഡേ സ്കൂളിലും വിട്ടിട്ടില്ല. ഞാൻ വചനത്തിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വമേധ പഠിച്ചതാണ് അല്ലേ? എൻ്റെ വീട്ടിൽ ഞാൻ പണ്ട് പറയാം, ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അപ്പനമ്മമാർ ഹാപ്പിയാണ്. ഇന്ന് ആ ബഹളം ഇല്ല കേട്ടോ അല്ലേ? എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അടി കിട്ടുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും. അപ്പോൾ എനിക്ക് ഈ പ്രശ്നമില്ല, ഉന്തിത്തള്ളി വിട്ടത്. കാരണം പലപ്പോഴും അച്ഛനമ്മമാർ ഉന്തിത്തള്ളുമ്പോൾ നമ്മുടെ ഉള്ളിലെ മറ്റേ വികാരം ഉണരും. അങ്ങനെയാണ് പിന്നെ ഇതിനെതിരെ നിന്നിട്ടേ ഉള്ളൂ അല്ലേ? അച്ഛനമ്മമാർ എന്ത് പറഞ്ഞാലും നമുക്ക് അതിനെതിരെ ചെയ്യാനാണ് ഒരു ത്വര. അപ്പോൾ അവർ പറയാണ് ദൈവം, എന്നതിൻ്റെ പിശാച് അല്ലേ? നമുക്ക് ആ ഒരു റിബല്യൺ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് പലപ്പോഴും ഈ വചനത്തോട് നമുക്കൊരു വെറുപ്പാണ് അല്ലേ? അതൊക്കെ മാറ്റി വെക്കണം കേട്ടോ. ഇവിടെ ദൈവം പറയാണ്, പൂർണ്ണ ഹൃദയത്തോടല്ല, ആർക്കാണ്ടും വേണ്ടി ചെയ്യരുത്, അപ്പനമ്മമാരെ സൂചിപ്പിക്കാൻ ചെയ്യരുത്, എനിക്കിത് കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നെ പോയാലേ ഇത് ലഭിക്കുകയുള്ളൂ. തീക്ഷ്ണമായിട്ട് അവനെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ അവൻ പ്രതിഫലം കൊടുക്കുന്നവനാണെന്ന് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. അത് ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് those who diligently seek him. വളരെ തീക്ഷ്ണമായിട്ട് മെനക്കെട്ട് അന്വേഷിക്കണം, വില കൊടുത്ത് അന്വേഷിക്കണം, എന്ത് ചെയ്യണമെങ്കിലും തയ്യാറാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കണം, എങ്കിലേ ഇതൊക്കെ പറ്റും അല്ലേ? പണ്ടൊരിക്കൽ നമ്മുടെ ഒരു സുഹൃത്ത് നല്ലപോലെ ബിരിയാണിയൊക്കെ കഴിച്ച് തകർത്ത് നടക്കുന്നൊരു പുള്ളി, വർഷങ്ങളോളമായി. ഒന്ന് തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരു പേന എടുക്കണേ അമ്മയെ വിളിക്കും, അമ്മ ഈ പേനയൊന്നും എടുത്ത് തരൂ, അല്ലാതെ അനങ്ങൂല, അനങ്ങാപ്പാറ. അപ്പോൾ ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കി 6 പാക്ക് അത് കൊള്ളാമല്ലോ.
അപ്പോൾ ഉടനെ ജിമ്മിൽ പോയപ്പോൾ അങ്ങേര് പറഞ്ഞു, മോനെ നല്ലപോലെ അനങ്ങണം, മെനക്കെടണം, വില കൊടുക്കണം, ഇതൊന്നും കഴിക്കാൻ പറ്റൂല, എന്നും വന്ന് ഇവിടെ കിടന്ന് കസരത്ത് കാണിക്കണം. അതൊന്നും പറ്റൂല ചേട്ടാ, വരച്ചു തരാം അല്ലേ, അല്ലാതെ പിന്നെ എങ്ങനെ 6 പാക്ക് വരും? അവന് വരച്ചു വെക്കാനേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ യഹോവ ഭയം എന്ന് പറഞ്ഞാൽ ഒരു തപസ്യയായിരിക്കണം. ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്, എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാണ്, എന്ത് മാറ്റി വെക്കണമെന്ന് ദൈവം പറഞ്ഞാലും തയ്യാറാണ്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും തയ്യാറാണ്. അങ്ങനത്തെ വർക്കേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് ക്രിസ്തീയ ജീവിതത്തിലെ LKG അല്ല. ഇത് യൗവനക്കാർക്കാന്ന് പറഞ്ഞെങ്കിലും ഇത് LKG ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ ചില IAS പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേരെ പോലുണ്ട്. എത്ര പ്രാവശ്യം തോറ്റു? 8 പ്രാവശ്യം തോറ്റു. കൊള്ളാലോ, മിടുക്കനാണല്ലോ അല്ലേ. തകർത്ത് പഠിച്ച് ഒരു റൂമിനകത്ത് കയറി അടച്ചിരുന്ന് 2 വർഷം പഠിത്തം കിട്ടിയോ? ഇല്ല, തോറ്റു. പ്രിലിംസ് പോലും കിട്ടിയിട്ടില്ല. അത്ര പാടാണിത്. ഞാനിത് പറയുന്നതിന് കാരണം ഈ ലാഘവത്തോടെ ഇങ്ങനെ ഇരിക്കരുതായിരുന്നു. പ്രസംഗം കേട്ട് കഴിയുമ്പോൾ യഹോഭക്തി കിട്ടും, ഒരു കുന്തവും കിട്ടാൻ പോകും അല്ലേ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്യുന്നെങ്കിൽ ഈ വചനം കൈക്കൊണ്ട് ഇതിനു വേണ്ടി നിലവിളിച്ച് നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് വരണം പ്രാർത്ഥന. കർത്താവ് എനിക്കിത് വേണം. എന്നിട്ട് നിക്ഷേപങ്ങളെ പോലെ തിരഞ്ഞാലേ കർത്താവ് ഇത് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യഹോവ ഭയമുള്ള വിശ്വാസികളെ സഭയിലൊന്നും കാണാൻ പറ്റാത്തത്. വളരെ വിരളമാണ് അത്, വളരെ വിരളം. ഈ നേരത്തെ പറഞ്ഞ പോലെ വക്രതയുള്ള നാവിനെ പകയ്ക്കുന്നവരെയൊക്കെ കണ്ടുകിട്ടണേ വലിയ പാടാണ്. ഞാൻ ഈ അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ടും എനിക്ക് ഒരു മാർഗദർശിയോ എനിക്കൊരു അപ്പനോ അമ്മയോ ഒന്നും ഇല്ല വിശ്വാസത്തിൽ, എന്നെ ഒന്ന് വളർത്താനോ ഒന്നും. അതുകൊണ്ട് ഞാൻ തപ്പി നടക്കും ചിലരെയൊക്കെ അപ്പന്മാരാക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുത്തനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. കാരണം നമ്മൾ ശുശ്രൂഷയിൽ തുടക്കം മുതലേ, ഞാൻ പൂർണ്ണസമയ ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പ്രസംഗമൊക്കെ ആരംഭിച്ചിട്ട് എൻ്റെ 20ാമത്തെ വയസ്സ് ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയ ആളാണ്. അപ്പോൾ പ്രസംഗമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ അകത്തളങ്ങളിൽ ചെല്ലും, പാസ്റ്റർമാരുടെ റൂമിലും ഓഫീസിലും അവരുമായിട്ട് കാറിൽ യാത്രയും. അപ്പോഴൊക്കെ ഞാൻ പലതും കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പ്രസംഗിക്കാൻ മാത്രമേ കൊള്ളാവുള്ളൂ കേട്ടോ. വായിന്ന് വരുന്നതൊന്നും എൻ്റെ അപ്പനമ്മ ഇതിനേക്കാളും യഹോവ ഭയമുള്ളവരാണല്ലോ അല്ലേ. ഇവരുടെ വായിൽ നിന്നൊക്കെ എന്ത് മ്ലേച്ഛതയും എന്ത് തോന്നിവാസമൊക്കെയായി വരുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ തപ്പിയാണ് ഞാൻ എൻ്റെ 1-2 ആത്മീയ പിതാക്കന്മാരെ കണ്ടുപിടിച്ചു. അവരൊക്കെ എൻ്റെ ആത്മീയ പിതാക്കന്മാർക്കെല്ലാം ഒരു ഗുണമുണ്ട്. അവരെല്ലാം പലതരത്തിലുള്ള ആളുകളാണെങ്കിൽ ഒരു ഗുണമുണ്ട്, നാവിന് കടിഞ്ഞാണിടുന്നത്. അവരുടെ വായിന്ന് എന്താ പറയുക, ആകാത്ത ഒരു വാക്കും വരത്തില്ല. അയ്യോ അയാൾ അത് പറഞ്ഞല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭയങ്കര സൂക്ഷ്മമായിട്ട് വായെ കൺട്രോൾ ചെയ്യുന്നവരാണ്. ഒരു വേണ്ടാത്ത ഒരു വാക്ക് അവരുടെ വായിന്ന് വരത്തില്ല. അത് പ്രസംഗിക്കുമ്പോഴാകട്ടെ, നമ്മൾ സ്വകാര്യമായിട്ടിരിക്കുമ്പോഴാകട്ടെ, മറ്റുള്ളവരെ കുറിച്ച് പലതും സംസാരിക്കുമ്പോഴാകട്ടെ, അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ അപ്പനാവുമെന്ന് നമ്മൾ കെഞ്ചി അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മുടെ ആത്മീയ അപ്പന്മാരായിട്ടുണ്ട്. അല്ലാതെ ഈ വലിയ പ്രസംഗകനാണെന്നും പറഞ്ഞ് നടക്കുന്നവരെ ഒന്നും ഞാൻ നോക്കാറില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ യഹോവ ഭയമുള്ള വിശുദ്ധന്മാർ വളരെ ഒരു 1000 പേരെടുത്ത ഒരുത്തം കാണും ചിലപ്പോൾ, അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് ഈ ജീവിക്കുന്നത്. അപ്പോൾ ഇത് തേടി പോകുമ്പോൾ നമ്മളെല്ലാം മണ്ടന്മാരാവും പലരുടെയും കണ്ണിൽ. നിങ്ങളുടെ കോളേജിൽ മാത്രമല്ല, സഭയ്ക്കകത്ത് പോലും നമ്മൾ പലപ്പോഴും അല്ല ഇവൻ എന്തോന്നറിയാം ഇത്ര വട്ട്, യേശു വട്ട് എന്ന് ചോദിക്കും പേരൊക്കെ. അവർ മറ്റേ എങ്ങനെയൊക്കെ ജയിച്ച് അപ്പുറത്ത് കിടക്കാൻ മാത്രം ഇരിക്കുന്നവരാണ്. എങ്ങനെയും ഒന്ന് കുഴപ്പമില്ല, ജയിച്ചിട്ടുണ്ട്, വലിയ മാർക്കൊന്നും ഇല്ല എന്ന് പറയുന്ന ചില പിള്ളേരുണ്ടല്ലോ, ആ ലെവലിൽ ഇരിക്കുന്നവരാണ് ആത്മീയ ജീവിതത്തിൽ. അങ്ങനെയുള്ളവരുടെ കൂട്ടുകെട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഒറ്റപ്പെടും. പലപ്പോഴും ഈ വിശുദ്ധിയിലേക്ക് നമ്മൾ കടക്കാത്തതിൻ്റെ ഒരു കാരണം ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒറ്റപ്പെടലൊക്കെ സഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു ചുരുക്കം അല്ലേ, ഒരു ന്യൂനപക്ഷം മാത്രമേ ഇതിൻ്റെ പുറകെ പോകത്തുള്ളൂ. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രയാസം. അത് കർത്താവ് തന്നെ പറഞ്ഞു, ഇതെന്താണ്, ഞെരുക്കമുള്ള ബാധയാണ്, ചുരുക്കം ചിലരെ ഇത് പോവുള്ളൂ. വിശാലമായ ബാധയിൽ ലോകം മുഴുവൻ പോകുന്നുണ്ട് അല്ലേ, നാരോ വേ ആണിത്. അപ്പോൾ ഒറ്റപ്പെടാനൊക്കെ പലപ്പോഴും തയ്യാറാവും. നമ്മൾ വ്യത്യസ്തരായിരിക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനൊരു വ്യത്യസ്തരായ യൗവനക്കാരായി മാറാൻ തയ്യാറുണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ ബാക്കിയും കൂടെ ഞാൻ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ യൗവനക്കാർ അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കുന്ന 3 പ്രത്യേക പാപങ്ങൾ. ഇതുവരെ നമ്മൾ പൊതുവായ വിഷയങ്ങളാണ് പറഞ്ഞത്. യഹോവ ഭയമുള്ള യൗവനക്കാരുടെ, പ്രത്യേകിച്ച് യൗവനക്കാർ അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കുന്ന പാപങ്ങൾ. ഇവിടെ ഈ സദൃശ്യവാക്യത്തിൽ വിഷയങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില വിഷയങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം അതിനെക്കുറിച്ച് വാക്യങ്ങളുണ്ട്.
എല്ലാ വിഷയങ്ങളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ പല വിഷയങ്ങളെക്കുറിച്ച് സദൃശവാക്യത്തിൽ ജ്ഞാനം പകർന്നു വരുന്നുണ്ടെങ്കിലും ചില വിഷയങ്ങളൊക്കെ ഒന്നിക്കൂടുതൽ അധ്യായങ്ങൾ ഇങ്ങനെ വീണ്ടും 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 കയറി വരും. ഒരുപാട് വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഈ യൗവനക്കാര്, പ്രത്യേകിച്ച് ജ്ഞാനം പ്രാപിക്കാനായി കടന്നു വരുന്നവര്, ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് സമീപിക്കേണ്ട വിഷയങ്ങളാണ്. ഇവിടെയൊക്കെയാണ് ദോഷം വിട്ടകലേണ്ടത്. അപ്പം അതിൻ്റെ 3 പലതുണ്ട്, ഒരു 10 പറയാം. പക്ഷേ അതിലെ 3 കാര്യമേ നമ്മുടെ ഇനി ബാക്കിയുള്ള സമയം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വിഷയം, ആ 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് ധ്യാനിക്കാം. 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴികെട്ട് പോകരുത്. ഇതിനെക്കുറിച്ചായി പറയുന്നതെന്നറിയാവോ? തെറ്റായ കൂട്ടുകെട്ട്. ഈ വിഷയം സദൃശ്യവാക്യത്തിൽ നിരവധി വാക്യങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ എടുത്ത് വായിക്കും, അപ്പം നമുക്ക് മനസ്സിലാവും. ഇവിടെ തന്നെ ഈ 10 മുതൽ 19 വരെയും ഈ വിഷയം തന്നെയാണ്. അപ്പോൾ യൗവനക്കാർ യഹോവ ഭയത്തിൽ നടക്കണം, ദൈവം പറയുന്നത് പോലെ ദോഷം വിട്ട് അകലണം എന്നൊക്കെ തീരുമാനിച്ച ഒന്നാമതായിട്ട് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടുകെട്ട് ആരാണ്. തെറ്റായ കൂട്ടുകെട്ട് വന്നോ തീർന്നു, ഈ പാതയിലൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ ഒരു പേര് പറയും, പിയർ പ്രഷർ. കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സമപ്രായക്കാർ ചെയ്യുന്നത് കണ്ടേച്ച് അത് ചെയ്യാൻ ഒരു സമ്മർദ്ദം നിങ്ങളുടെ മേൽ വരും. നമ്മൾ സ്കൂളിൽ ചെന്നു, എല്ലാവരും തെറി പറയുന്നു. നീ തെറിയൊന്നും പറയത്തില്ലടാ, നീ എന്താ പള്ളിയിലച്ഛനാണോ എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ അവരെ പോലെ ആയാലേ അംഗീകരിക്കണമുള്ളൂ. അയ്യോ, അല്ലെങ്കിൽ നമ്മൾ വെറും മോശക്കാരൻ, കിളവൻ, വേറെ ഏതോ സെഞ്ചുറിയിൽ ജനിക്കേണ്ടവൻ, അല്ലേ, നീ ഏത് ജാമ്പവൻ്റെ കാലത്ത് നട വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോ പഴി കേൾക്കും. അങ്ങനെ കൂട്ടുകെട്ട് നശിക്കും. എല്ലാവരും ചെയ്യുന്നത് ചെയ്തില്ലെങ്കിൽ ഇവനെന്തോ കുഴപ്പമുണ്ടല്ലോ, കല്ലെറിയാം, അല്ലേ? അപ്പോൾ വ്യത്യസ്തരായിരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒന്നാമത് പ്രശ്നമുണ്ട്, ഈ സമ്മർദ്ദം നമ്മൾ തരണം ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപികൾ നിങ്ങളെ വശീകരിക്കുമ്പോൾ നീ വഴിപെട്ട് പോകരുത്. അയ്യോ, ഭയങ്കര സമ്മർദ്ദക്കാർ, സാമപ്രായക്കാരെല്ലാം ഇത് ചെയ്യുന്നു, ഞാനിത് ചെയ്യാതിരുന്ന ഞാനേതോ അമ്മാവനോ അമ്മാവിയാന്നൊക്കെ പറയാറ്, അല്ലേ? അവർ വേഷം ഇടുന്ന പോലെ വേഷം ഇടണം, അവർ പറയുന്ന ഭാഷ പറയണം, അല്ലേ? അവർ പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ ശരിയാണെന്ന് പറയണം, അല്ലേ? ഇന്നിപ്പോൾ അങ്ങനത്തെ യുദ്ധങ്ങളൊക്കെയാണ് സ്കൂളിലും കോളേജുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എല്ലാം ലോകം ഓരോരോ വിവാഹത്തെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും എല്ലാം അവർ തന്നെ കുറേ നന്മ തിന്മകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനോട് യോജിച്ചില്ലേ പറയും, ഇതാണ്ട വന്നിരിക്കുന്നു ഒരു ട്രഡീഷണൽ പേട്രിയാർക്കൽ, അങ്ങനെ പല പേരുകളും നമ്മളെ വിളിക്കും. പിന്നെ അങ്ങനത്തെ പേരൊക്കെ വിളിച്ചാലും യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് അകലുന്നവനാണ് യഹോവ ഭക്തിയുള്ളവൻ. അപ്പം നിങ്ങളുടെയൊക്കെ കൂട്ടുകെട്ടുകൾ നിങ്ങൾ സൂക്ഷിക്കണം. 1-2 വാക്യങ്ങളോട് വായിക്കാം. 4:14-15. 4-ാം അധ്യായം 14-15. ആ ആ ആ ആ കണ്ടോ, അവർ പോകുന്ന പാത പിന്തുടരുത്. പാത എന്നൊക്കെ പറയുമ്പം ഏതോ വഴിയല്ല, ജീവിത രീതി, ശൈലി, അവരുടെ തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യരുത്. പിന്നെന്തോ ചെയ്യണം? 15-ാം വാക്യം, അതിനോട് അകന്ന് അതിൻ്റെ അടുത്ത് പോലും പോകാൻ പാടില്ലെന്ന്. എത്ര ദൂരെ പോകാൻ പറ്റുമോ ദൂരെ പോകണം. ഇത് നമ്മളിതൊക്കെ വല്ലതും ചിന്തിക്കാറുണ്ടോ സഭയിൽ? അല്ലേ? ഞാൻ പൊതുവേ കാണുന്ന, പ്രത്യേകിച്ച് ഈ പട്ടണത്തിലുള്ള യൗവനക്കാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൺഡേ പ്രസംഗം കേൾക്കും, പിന്നെ മൺഡേ തൊട്ട് ശനിയാഴ്ച വരെ സിനിമയ്ക്കകത്ത. സിനിമ കാണുന്നതെല്ലാം കാണാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലേ? സിനിമയെ പറയുന്ന സിദ്ധാന്തം, സിനിമയൊക്കെ പലപ്പോഴും നമ്മൾ വളരെ വചനപ്രകാരം ചിന്തിച്ചില്ലെങ്കിൽ ഒരുപാട് ചതിക്കുഴിയുള്ള സാധനമാണ്. കാരണം സിനിമ ഒരു പ്രസംഗമാണ് പലപ്പോഴും. അവരുടെ വഴിയിലേക്ക് തിരിയാനും അവരെപ്പോലെ ചിന്തിക്കാനും ലൗകികത കുത്തി നിറയ്ക്കാനും ഒക്കെ ഉള്ള ഒരുപാട് പ്രലോഭനങ്ങൾ അല്ലാതെ ഏപ്പടം മാത്രമല്ല പ്രലോഭനം, സാധാരണ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സിനിമയ്ക്കകത്തും അവരുടെ മൂല്യങ്ങളൊക്കെ അവർ ഉയർത്തിപ്പിടിക്കുന്നു, അല്ലേ? ഇതില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും, അതില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും, അല്ലേ? ഏറ്റവും വികൃതമായ രൂപമാണ് വൈകുന്നേരം 7:30 തൊട്ട് നമ്മുടെ ടി വിയിലൊക്കെ വരുന്ന വൃത്തികെട്ട സീരിയലുകൾ, അല്ലേ? അയ്യോ, സ്വർണം എടുത്തോണ്ട് പോയല്ലോ, അമ്മായിയമ്മ ഇപ്പോൾ വരും, സ്വർണം തിരിച്ചു വന്നില്ല. ഈ സ്വർണ്ണമാണോ ഇത്ര വലിയ കാര്യം, അല്ലേ? നമുക്ക് തന്നെ ചിരി വരും, എന്തുവാണ് ഈ മണ്ടത്തരമൊക്കെ,
അല്ലേ? ഇത് ലോകത്തിന്റെ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് ലോകക്കാർക്കുണ്ടാകുന്ന സമ്മർദ്ദം, 3 ദിവസത്തേക്ക് കരച്ചിലായി പിരിച്ചിലായി, അല്ലേ? എന്തോ ലോകപരമായ കാര്യം. പക്ഷെ കണ്ടോ, ഇത് അവരിങ്ങനെ കാണിക്കുകയാണ് അവരുടെ ജീവിത ശൈലി, അവരുടെ ജീവിതചര്യ, ഇതെല്ലാം. ഇത് അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മൾ കുറേ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാം അവരെ പോലെ ചിന്തിക്കാം, അവരെ പോലെ പെരുമാറാം, അവരെ പോലെ ആയിപ്പോവും, അല്ലേ? അതുകൊണ്ടാണ് 13:20 സദൃശ്യവാക്യം 13:20. നിങ്ങളുടെ കൂട്ടുകെട്ട് അനുസരിച്ചിരിക്കും നിങ്ങളുടെ നടപ്പ്. നിങ്ങൾ ജ്ഞാനികളുടെ കൂടെ, യഹോവ ഭയമുള്ളവരോട് നടന്നാൽ നിങ്ങളും വിശുദ്ധരാകും ആ കൂട്ടുകെട്ട് നിമിത്തം. എന്നാൽ നിങ്ങൾ കുറേ തല്ലിപ്പുള്ളി ലോകത്തിലുള്ളവരെ ആൾക്കാർ പാപമൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂടെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും അവരെ പോലെ എൻ്റെ മറ്റേ അവൻ ചെയ്യുന്നുണ്ട്, എനിക്കെന്താ ചെയ്താൽ നമ്മൾ അങ്ങനെ വശീകരിക്കപ്പെട്ടു പോകും. അതുകൊണ്ടാണ് തെറ്റായ കൂട്ടുകെട്ടുകൾ പാടില്ല. അതെന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അതൊരു അടിസ്ഥാന തത്വമാണ്. ഏത് കൂട്ടുകാരാണോ, അല്ലേ? ഇപ്പം ചില നമ്മൾ അപ്പനമ്മമാരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, വീട്ടിൽ വന്നു കഴിഞ്ഞ് പയ്യൻ്റെ സംസാരം ഒന്ന് ശ്രദ്ധിക്കണം, അവൻ്റെ കൂട്ടുകാരാരാന്നൊക്കെ താനേ വെളിപ്പെട്ട് വരും, അല്ലേ? ചില വ്യക്തികളുണ്ട്, ഇത് അവർ തൃശ്ശൂരുകാരോട് സംസാരിക്കുമ്പോൾ തൃശ്ശൂർ ഭാഷ വരും അവർക്ക്, അല്ലേ? അവർക്ക് ആ ഒരു സ്ലാങ് ഇങ്ങ് കയറി വരും. വീട്ടിൽ നമ്മൾ തിരുവനന്തപുരത്ത് എന്തിനിടയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വീട്ടിൽ വന്ന് എന്തിട്ട് എന്നൊക്കെ പറയുന്നത്, എന്താണ് ഇന്ന് വല്ല തൃശ്ശൂർകാരൻ കണ്ട എന്ന് പറഞ്ഞതുപോലെ സ്വാധീനം കടന്നു വരും, അല്ലേ? വേണ്ടാത്ത ഭാഷയൊക്കെ കയറി വരും എന്ന് പറഞ്ഞാൽ സ്വാധീനം. കൂട്ട് ആരാണെന്നോ അതിനനുസരിച്ച് ഇവിടെ പറഞ്ഞ ജ്ഞാനികളുടെ കൂടെ നടന്നാൽ നിങ്ങൾ ജ്ഞാനം പ്രാപിക്കും. അപ്പോൾ കണ്ടോ മോനെ, നീ കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കണം. 22:24, 25 പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വായിക്കണമെന്നില്ല. വളരെയധികം ദേഷ്യവും കോപവും ഉള്ളൊരു വ്യക്തിയുടെ കൂടെ നടന്നാൽ നിങ്ങളും വലിയ ദേഷ്യവും കോപമൊക്കെ ഉള്ളവരാണാവും, അല്ലേ? എപ്പോഴും ടീച്ചറിനെ കുറ്റം പറയുന്ന ഒരു കുട്ടിയുടെ കൂടെ കൂട്ടുകൂടിയാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കും വരും, പറഞ്ഞ പോലെ ശരിയാണല്ലോ ഇവിടെ, ഇവർ മെനക്കേടാണല്ലോ, അല്ലേ? അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ചിന്താഗതിയൊക്കെ നമ്മുടെ ചിന്താഗതിയായി പെട്ടെന്ന്, അല്ലേ? ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, ഒരു വാക്യം അത് ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാൻ, നിങ്ങൾ എടുക്കണമെന്നില്ല. 1 കൊരിന്ത്യർ 15:33-34. അത് പ്രത്യേകിച്ച് പഴയ മലയാളം ബൈബിളിൽ അത് വിവർത്തനം ചെയ്തു വെച്ചിരിക്കുന്നത് അത്ര ശരിയായിട്ടല്ല. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഈ ദുർഭാഷണം ആർക്ക് എത്ര പേർക്ക് മനസ്സിലായി? അവിടെ ദുർഭാഷണം എന്നല്ല, ദുർഭാഷണം എന്ന് പറഞ്ഞാൽ തെറ്റായ സംസാരം എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളും പുതിയ ബൈബിൾ, പുതിയ മലയാളം ട്രാൻസ്ലേഷൻ, പിന്നെ ഇംഗ്ലീഷിലുമൊക്കെ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ മലയാളം ബൈബിൾ ഇങ്ങനെയാണ്: ഹീനമായ സൗഹൃദം സദ്ഗുണങ്ങളെ ദുഷിപ്പിക്കുന്നു. വേറൊരു ബൈബിളിൽ അധമന്മാരുടെ സംസർഗം സജ്ജനങ്ങളെ ദുഷിപ്പിക്കുന്നു. വേറൊരു പുതിയ മലയാളം ബൈബിളിൽ വഞ്ചിക്കപ്പെടരുത്, ദുഷിച്ച കൂട്ടുകെട്ട് സദാചാരം നശിപ്പിക്കുന്നു. ഇത് പുതിയ നിയമത്തിലെ വാക്യമാണ്. തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളുടെ സ്വഭാവത്തെ തെറ്റായ ദിശയിൽ കൊണ്ടുപോകും, അല്ലേ? എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത് ആരെക്കുറിച്ചാണെന്നറിയാവോ? ലോകത്തിലുള്ള ആരെങ്കിലും കുറിച്ചല്ല, സഭയ്ക്ക് അകത്തുള്ളവരെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവർക്കും ദൈവത്തെ ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കൂട്ടുകെട്ട് സൂക്ഷിച്ചോണം. അത് കൊരിന്ത്യ സഭയിൽ ഒരു കൂട്ടരുണ്ടായിരുന്നു, അവർ ദുരുപദേശം പറയുന്ന കൂട്ടരായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ദൈവത്തെ ഒന്നും അറിഞ്ഞുകൂടാ, നിങ്ങളുടെ കൂട്ടുകെട്ട് സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ വിശ്വാസിയാന്ന് പറയുന്നവൻ പോലും ഒരു തെറ്റായ തിയോളജിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, അവൻ്റെ പുറകെ നടന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പാപവും ദോഷവും ഒക്കെ കടന്നു വരും. വിശുദ്ധിയെ ജനിപ്പിക്കാത്ത കുറെ തിയോളജി അടിച്ചുകൊണ്ട് നടക്കുന്നവനെയൊന്നും കൂട്ടുകൂടരുത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, അമേരിക്കയിലെ സഭ പോലെ ഇരിക്കും, ഒരുപാട് തിയോളജിയൊക്കെ പറയും, പക്ഷെ എല്ലാ ലൈംഗിക ഭാവത്തെയും മുങ്ങിക്കിടക്കുക, അല്ലേ? അപ്പോൾ കണ്ടോ, തെറ്റായ കൂട്ടുകെട്ട്. പഴയ നിയമം പുതിയ നിയമം രണ്ടിലും പറഞ്ഞിരിക്കുക. നിങ്ങളുടെ കൂട്ടുകെട്ട് ആരാ? നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെ സ്കൂളിലേക്ക് കോളേജിലേക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആരാ? നിങ്ങളുടെ വീട്ടു പരിസരത്ത്, അയൽപ്പക്കത്ത്, ഈ സഭയ്ക്കകത്ത് നിങ്ങളുടെ കൂട്ടുകാരാരാ? എപ്പോഴും പ്രാർത്ഥനയും യഹോവ ഭയത്തിലും ദോഷം വിട്ടകലുകയും വചനം വായിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ വല്ല വിവേകികളൊക്കെയാണോ? അങ്ങനത്തെ വിവേകികളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ കണ്ടോ, നമ്മുടെ കൂട്ടുകെട്ടപ്പം നമ്മൾ ദൈവവചനപ്രകാരം ക്രമീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ കൂട്ടുകാരി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് വരികയാണ്, ഈ പ്രശ്നമാണ്, ഞാൻ വചനം വിട്ടു പോകും തോന്നണേ, ഇന്ന് മുറിച്ച് കളയണം, അകലം പാലിക്കണം, പഴയതുപോലെ കറങ്ങി നടക്കരുത് അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് വെട്ടിമുറിച്ച് പോടാ നരകത്തിൽ എന്ന് പറയാനല്ല, അവരുമായിട്ടുള്ള അത്ര അടുത്ത സംസർഗമൊന്നും വേണ്ട. കാണുമ്പോൾ ഹായ് ചിരി
അതൊക്കെ മതി. ഇനി അവരോട് അത്ര സമയം ചെലവഴിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരാൻ പറ, അപ്പനും അമ്മയുടെ കൂട്ടിരുന്ന് സംസാരിക്കാം. അപ്പോൾ അവർ പിടിക്കുമല്ലോ എന്തെങ്കിലും വന്നാൽ. അല്ലാതുള്ള അകമഴഞ്ഞ 3 മണിക്കൂർ വാട്സാപ്പ് അതൊന്നും വേണ്ട. കാരണം എന്ത് പറ്റും, ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചറിയുന്നത് ഈ കൂട്ടുകെട്ട് എന്നെ തൊലച്ചു, അല്ലേ? പലരും ഈ ഡ്രഗ്സിലൊക്കെ പോയ ചില പിള്ളേർ പറയുന്നുണ്ട്, അയ്യോ 10ാം ക്ലാസ്സിലെ അവൻ്റെ ആ കൂട്ടുകെട്ടാണ് തൊലച്ചത്, ഞാനിങ്ങനൊന്നും പോകേണ്ട ഒരാളേ അല്ലായിരുന്നു, അവൻ പോയി തൊലയട്ടെ, അവൻ എന്നെയും കൂടെ വിളിച്ചോണ്ട് പോയി, അല്ലേ? ഇപ്പോൾ നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ ചില വണ്ടികൾ കൺട്രോൾ തെറ്റി വേറൊരു വണ്ടിയും കൂടി ഇടിച്ച് ആ വണ്ടിയും കൂടെ കൊണ്ട് കുഴിയിലിടും, അല്ലേ? അങ്ങനെ കൺട്രോൾ തെറ്റി പോകുന്നവന്മാരാണ് ഈ വക്രത ഉള്ളവന്മാർ. അവരുടെ മുമ്പിൽ പോയി തല വെക്കരുത്, അവൻ നമ്മളെയും കൂടി ഇടിച്ച് നമ്മളും കുഴിയിൽ പോകും. അതുകൊണ്ട് അകലം പാലിക്കുക, അല്ലേ? ഇപ്പം നമ്മളൊരു വണ്ടി കൺട്രോൾ തെറ്റി പോവാണെങ്കിൽ കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ പോയില്ല, എത്രയും ദൂരം അവൻ വീഴാൻ പോവാ, ദൂരെ പോവാം. അങ്ങനെ അകലം പാലിക്കണം. നേരത്തെ വായിച്ചതുപോലെ അകലം പാലിക്കുക, ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കരുത്. അപ്പം അങ്ങനെ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് യഹോവയെ ഭയന്ന് ദോഷം വിട്ട് അകലുക എന്ന് പറയുമ്പോൾ ഇതും കൂടെ ഒന്ന് അകൽച്ച പാലിക്കണം. ഇനി നിങ്ങൾ അങ്ങനത്തെ വല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയാണെങ്കിൽ ഇന്ന് അനുതപിക്കണം. അയ്യോ കർത്താവേ, ഞാൻ തൊലഞ്ഞും പോയി, ഞാൻ വേറെ കുറേയും കൂടെ തൊലച്ച് വെച്ച്. അവരോടൊക്കെ പോയി ക്ഷമ പറയണം. എന്നിട്ട് പറയണം, വചനപ്രകാരമുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം എന്ന് പോയി പറയണം. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ വിശ്വാസിയൊക്കെ ആണെങ്കിലും കുറച്ച് വിളവൊക്കെ എടുത്ത് കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്ന്, ഞാൻ വേണ്ടാത്തൊക്കെ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ഇനി രണ്ടാമത്തെ പാപം, യഹോവ ഭയമുള്ള യൗവനക്കാരെ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ പാപമാണ് ലൈംഗിക പാപങ്ങൾ. ഇത് പ്രത്യേകിച്ച് 5ഉം 6ഉം അധ്യായത്തിൽ മുഴുവൻ അതിനെക്കുറിച്ചേ ഉള്ളൂ. പിന്നെ പല അധ്യായങ്ങളും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. എങ്കിലും നമുക്ക് 6ാം അധ്യായത്തിലേക്ക് തിരിയാം. സദൃശ്യവാക്യം 6ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. കാരണം അത് കുറേ വാക്യങ്ങൾ, 23 മുതൽ 35 വരെ നമ്മൾ നോക്കും. ഓരോ വാക്യം വായിച്ച് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോവാം. 6ാം അധ്യായം 23 വാക്യം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഒരു ദീപമാണ്, നമുക്ക് വഴികാട്ടിയാണ്, അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്കരവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. കണ്ടോ, ചക്കരവാക്കിലൊന്നും അവിടെ എന്ത് ക്യൂട്ടാ, അല്ലേ? ഇതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. അങ്ങനെ വഴിതെറ്റി പോകരുത്, അല്ലേ? വശീകരണമായിട്ട് കടന്നു വരുന്ന ഏത് സ്ത്രീ ആയാലും അതിൽ വീഴു പോകാതിരിക്കാൻ, അല്ലേ? ആ വശീകരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ എന്തിനു കഴിയും? ദൈവവചനത്തിന് കഴിയും. അവിടെ പ്രത്യേകിച്ച് 23 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് പ്രബോധനത്തിൻ്റെ ശാസനകൾ. റബ്യൂക്ക്, വഴക്ക് പറയുക ദൈവവചനം, അല്ലേ? അതാണ് ശാസന എന്ന് പറഞ്ഞാൽ. ഇത് ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് നമ്മൾ ശാസിച്ച് പറയുന്ന പ്രബോധനം നമ്മൾ ഏറ്റെടുത്താൽ ഈ വേണ്ടാത്ത വഴിയിലൊന്നും നമ്മൾ പോവില്ല, അല്ലേ? അവൾ കൊള്ളാലോ, അവൾ ക്യൂട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തെറ്റായ വഴിയിൽ പോവില്ല. ആ വശീകരണത്തെ അതിജീവിക്കുവാൻ കഴിയും, അല്ലേ? ഇങ്ങനെ മയക്കി കൊണ്ടുപോകും, ഉണർന്ന് അല്ലല്ല അത് പറ്റൂല, ഇത് തെറ്റാ, അല്ലേ എന്ന് പറയാൻ പറ്റും. പലപ്പോഴും ഈ ലൈംഗിക പാപങ്ങൾ എന്താണ്? ഒരു അഡിക്ഷനാണ്, അല്ലേ? ഇങ്ങനെ മറ്റേ ഡ്രഗ്സ് അടിച്ചവനെ പോലെ ഒരു ബോധമില്ല, അല്ലേ? കള്ളു കുടിച്ചവന് പിന്നെ എവിടെ ഞാൻ എന്തോടാ കാണിച്ചത്, അയ്യോ നീ കാണിച്ചോന്നും പറയാൻ പറ്റില്ല, വീഡിയോയിൽ നോക്കുന്നത് ഇപ്പോഴാണ് അയ്യോ ചേ മൊത്തം വെയിറ്റ് പോയി, അല്ലേ? എല്ലാം കാണിച്ച് പരിപാടിയെല്ലാം പോപ്പായി. അല്ലേ? കള്ളുടിയന്മാർക്ക് അറിഞ്ഞൂടെ അവരെന്തൊക്കെയാണ് കാണി എന്ന് പറഞ്ഞ പോലെയാണ് ഈ ലൈംഗിക പാപവും. അതിന് വഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ എന്തുവായിരുന്നത്, അല്ലേ? അതൊരു ലഹരി പോലെയാണ്. അവിടെ ബോധം വരണമെങ്കിൽ, അവിടെ ഉണർന്നു പ്രവർത്തിക്കണമെങ്കിൽ പ്രബോധനത്തിൻ്റെ ശാസനകൾ സ്വീകരിക്കണം. അത് നിന്നെ ആ ചക്കരവാക്കിൽ നിന്നും വശീകരണത്തിൽ നിന്നും രക്ഷിക്കും. അങ്ങനെയുള്ള സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. അപ്പം നിങ്ങളൊക്കെ ചിന്തിക്കും, ഇത് ഏതായി പെണ്ണ്, അല്ലേ? ഇത് ഏതായി പെണ്ണെന്നറിയോ? ഈ റീൽസിലും ഷോർട്സിലും ഒക്കെ വരുന്നവൾ. ഇപ്പം അവിടെ കൂടെയൊക്കെ ഇവളുമാർ ഇറങ്ങി വരുന്നത്, അവന്മാരും എല്ലാവരും ഉണ്ട്, 2 കൂട്ടരും ഉണ്ട്, അല്ലേ? അങ്ങനെയാണ് ഈ മോഹത്തിലേക്ക് വരുന്നത്. ഇപ്പം എല്ലാം കയ്യില്ല, മൊബൈലിൽ കൂടെ ആയി വരുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമല്ല. ഇവിടെ ചില സ്ഥലത്തൊക്കെ പോകണം, അല്ലേ? ചില ഒരു സ്ഥലത്തൊക്കെ പോയാലേ ഇങ്ങനത്തെ വേശ്യമാരെയൊക്കെ കിട്ടത്തുള്ളൂ. ഇന്ന് എല്ലാ വേശ്യമാരും യൂട്യൂബിൽ ഇരിപ്പുണ്ട്, അല്ലേ? എല്ലാ ആക്ടേഴ്സും ആക്ട്രസസും എല്ലാം വേശ്യമാരാണ്. ബേസിക്കലി അവരുടെ അടിസ്ഥാന സ്വഭാവം അതാണ്. അവരുടെ മേനി കാട്ടി ഏത് ഭർത്താവല്ലാത്തവന്മാരെയൊക്കെ വശീകരിക്കുകയാണ്, അല്ലേ?
നമ്മുടെ കാണിക്കാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ, ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രം കാണിക്കാനുള്ള ശരീരഭാഗങ്ങൾ ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഐ മീൻ ആക്ടർ എന്നല്ല, ബൈബിൾ പ്രകാരം വേശ്യ അല്ലേ? ചില നടന്മാർ പറയും ഇഫ് ദ ക്യാരക്ടർ ഡിസേർവ്സ് ഇറ്റ്. ചില ഇന്റർവ്യൂലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് കഥാപാത്രത്തിന് ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങനത്തെ സീനൊക്കെ ചെയ്യും. അങ്ങനെ ക്യാരക്ടറിന് വേണ്ടി ചെയ്യുന്നവളുമാർ പറയുന്നത് എന്താ അറിയോ? അവളുമാർക്ക് ഒരു ക്യാരക്ടറും ഇല്ല, ഒരു സ്വഭാവം ഇല്ലാത്തവളുമാരാണ് ഈ കഥാപാത്രത്തിന് വേണ്ടി ഏത് തുണി കഴിക്കാൻ റെഡി ആയിട്ടുള്ളവർ. അങ്ങനെയൊക്കെ ഉള്ളത് ഈ മൊബൈലിൽ കൂടെ കാണുമ്പോൾ വശീകരിക്കപ്പെടരുത്, അത് മോഹിക്കരുത്, നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. കാരണം എന്താ? 26-ാം വാക്യം മലയാളത്തിൽ വെട്ടിത്തുറന്ന് എഴുതിയിരിക്കുകയാണ്. വേശ്യ സ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. കേട്ടല്ലേ? മുടിഞ്ഞു പോകും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തിരുവനന്തപുരത്തുള്ള ആരണ്ടോ എന്ന് തോന്നുന്നത്, സായിപ്പ് ഉറങ്ങാൻ പോയപ്പം തിരുവനന്തപുരത്തുള്ള ആരാട്ടോ എന്ന് തോന്നുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലേ? വേശ്യ സ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. കേട്ടല്ലോ? ആ വാക്യം എല്ലാവർക്കും കാണാൻ പിടിക്കാമല്ലോ അല്ലേ? വേശ്യ സ്ത്രീ നിമിത്തം എന്ന് പറഞ്ഞാൽ ലൈംഗിക പാപങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തി പെറുക്കി തിന്നും, ഒരഭിവൃദ്ധിയും പ്രാപിക്കത്തില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ. പഠിക്കാൻ പറ്റുന്നില്ല, എപ്പോൾ ഇങ്ങനെ മൊബൈലിൽ കയറി ഇത് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലേ? അവനൊക്കെ പരീക്ഷയൊക്കെ തോറ്റ് ഒരു ജോലിയും കിട്ടാതായി അല്ലേ? ഒരു വിവാഹവും കഴിക്കാതെ പെറുക്കി തിന്നും അല്ലേ? അമേരിക്കയിൽ പ്രത്യേകിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയൊരു പ്രശ്നമാണിപ്പം. 30 വയസ്സും 35 വയസ്സായ ചെറുക്കന്മാർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. എന്തുവാ ചെയ്യുന്നത്? അമ്മയുടെ വീട്ടിൽ താഴത്തെ ബേസ്മെൻറ്റിൽ വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അത് അമേരിക്കയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ്. പുതിയൊരു തലമുറ ജോലിയൊന്നും ചെയ്യത്തില്ല. അവിടുത്തെ ഒരു സംസ്കാരം 18 വയസ്സ് കഴിഞ്ഞാൽ ഉത്തരവാദിത്വ ബോധത്തോടെ വീട്ടിൽ വിട്ട് ഇറങ്ങണമെന്നാണ്. അല്ല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നല്ല, സ്വന്തം ഉത്തരവാദിത്തമാണ്. ഇനി നിങ്ങൾ തന്നെ നോക്കണം, വലിയ ചിലവാണ് അവിടെ ജീവിക്കണമെങ്കിൽ. ഇനി 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളെ നോക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ചിലവൊന്നും ഒരു അപ്പനും അമ്മമാർക്കും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതും ചെയ്യാതെ ഇപ്പോഴും അപ്പനമ്മമാരുടെ തലയിൽ 25-ാം വയസ്സിൽ അപ്പം തന്നെ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു വരുമാനവും ഇല്ലാതെ വീട്ടിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരു ഉയർച്ചയെ പ്രാപിക്കുകയില്ല, പെറുക്കി തിന്നേണ്ടി വരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലൈംഗിക പാപം അതിൻ്റെ പ്രലോഭനത്തിൽ വരുമ്പം കൊള്ളാലോ എന്ന് തോന്നും, പക്ഷെ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഈ അല്പസുഖമാണ് പെരിഞ്ചേദം അല്ലേ? അല്പലാഭം പെരിഞ്ചേദം എന്ന് പറയുന്ന പോലെ ഈ തൽക്കാലം ഭയങ്കര സുഖമായിരിക്കും, പക്ഷെ പിന്നെ നീ ദുഃഖിക്കേണ്ടി വരും. 27-ാം വാക്യം, ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ അല്ലേ? നമ്മൾ ആരെങ്കിലും അങ്ങനെ കുറച്ച് തീ കളിക്കാം, എൻ്റെ മടിയിലോട് കുറച്ച് തീ എടുത്തിട്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വളരെ വ്യക്തമായ ചിത്രം. മടിയിൽ തീ വെച്ച് കളിക്കുന്നതിന് തുല്യമാണ് മടിയിൽ ഫോണും വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ബൈബിൾ ചില കാര്യത്തിൽ അങ്ങ് വെട്ടി തുറന്നു സംസാരിക്കും, അല്ലാതെ അതൊക്കെ പറയാൻ പാടില്ല, അതൊക്കെ അശ്ലീലതയാണല്ലോ, അങ്ങനൊന്നുമില്ല. അപ്പം ഫോണും വെച്ച് ബാത്റൂമിൽ പോകുന്നവന്മാരെല്ലാം ഓർത്തണം, മടിയിൽ തീ ഇടാൻ പോവുകയാണ്. തീ ഇട്ടാൽ എന്ത് പറ്റും? അത് മടിയിൽ നിന്ന് തീ എടുത്ത് കളയാലോ? ഇല്ല, മൊത്തം കത്തിക്കരിഞ്ഞു പോകും അല്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുത്തൻ കാല് പൊള്ളാതെ തീക്കനലിൽ മേൽ നടക്കാമോ? പറ്റൂല എന്ന് പറഞ്ഞാൽ ഇത് സുഖമാണെന്നൊക്കെ തോന്നും റീൽസും ഷോർട്സും ഒക്കെ കാണുമ്പോൾ, പക്ഷെ ഓർത്തോണം, തീയാണ്. ഇത് ദുഃഖത്തിൽ കലാശിക്കും, ഇത് പിന്നീട് ഒരുപാട് പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും. കണ്ടോ? അപ്പോൾ പുറമേ കൊള്ളാം അല്ലേ? ഇപ്പോൾ പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞ പോലെ, നിങ്ങൾ കോളേജിൽ ചെന്നപ്പോൾ ഒരാൾ കണ്ടൊരു മുട്ടായി തന്നു, കൊള്ളാതെ നല്ല മുട്ടായി കഴിച്ചു കഴിഞ്ഞപ്പോഴും അങ്ങേര് പറഞ്ഞേ അതിനകത്ത് വിഷം ഉണ്ടായിരുന്നു. അയ്യോ, കണ്ടപ്പോൾ എടുത്ത് കഴിക്കുകയും ചെയ്ത്, മധുരമായിരുന്നു പക്ഷെ വിഷമോ പോയേ അല്ലേ? എലി വിഷം പോയി, തീർന്നു. എലി വിഷം കണ്ടിട്ടുണ്ടോ? നല്ല മധുരവും നല്ല മണവും ഒക്കെ ഉള്ള ഒരു സോപ്പ് പോലെ ഇരിക്കും. കുറച്ച് വിശക്ക് നിർത്തി തിന്നാം, കേക്ക് അല്ലേ എന്ന് പറഞ്ഞ പോലെ പിശാച് വെച്ച് നീട്ടുന്ന കേക്കാണ് ലൈംഗിക പാപം കേട്ടോ. കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതെ ഇരിക്കയില്ല. ഇതാണ് ഞാൻ നേരത്തെ എബ്രായർ 13 വായിപ്പിച്ചത് അല്ലേ? വ്യഭിചാരം ചെയ്യുന്നവനും പരസംഗം ചെയ്യുന്നവനെയും ദൈവം വിധിക്കും. ഇന്നേ വരെ ഒരുത്തനെയും ഞാൻ കണ്ടിട്ടില്ല ലൈംഗിക പാപങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഭയങ്കര സുഖമായിട്ട് നടക്കുന്നവർ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ പോലും പറയും വല്ലാത്ത മനസാക്ഷി കുത്ത്. ചിലരൊക്കെ മരണക്കിടക്കെ കിടക്കുമ്പോഴതൊക്കെ പറയുന്നു. രക്ഷിക്കപ്പെടാത്തൊരു സായിപ്പ് മരിച്ചപ്പോൾ ഞാൻ അമേരിക്കയിൽ പോയി. 75 വയസ്സുള്ളൊരു അപ്പൂപ്പൻ, അപ്പച്ചൻ. അത്
കാരണം മരിക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ പുള്ളി ഈശ്വരവാദിയാണോ നിരീശ്വരവാദിയോ ഒന്നും അറിയില്ല. എന്താ അപ്പച്ച കരയുന്നത്? അല്ല, ഞാൻ ഈ ലൈംഗിക പാപങ്ങളെ ഒന്നും അതിജീവിക്കാൻ പറ്റിയില്ല. അത് 17 വയസ്സുകാരൻ ചെയ്യുന്ന എല്ലാം പുള്ളിയും ചെയ്യുന്നുണ്ട്. മൊബൈലിൽ കൂടെ ചെയ്യുന്നുണ്ട്, അല്ലാതെയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി ബാറിൽ പോകുന്നുണ്ട്, അവിടുന്ന് ഏതെങ്കിലും ഒരു മദാമയെ കണ്ടുപിടിക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും ചെയ്യുമായിരുന്നു. അതിലിപ്പോൾ ഭയങ്കര കുറ്റബോധം. ഈ 75-ാം വയസ്സിൽ കിടക്കുന്ന എഴുന്നേക്കാൻ പോലും വയ്യാത്ത അപ്പൂപ്പൻ ഇതൊക്കെ എന്തിനാ ഓർക്കുന്നത്? കണ്ടോ, കുറ്റബോധം വരും. പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മനസാക്ഷി പറയാൻ തുടങ്ങി, ഇത് ചെയ്തത് തെറ്റാ, ഇതിന് ഉറപ്പായിട്ടും ഒരു ശിക്ഷ കാത്തിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ വിചാരം ആരും കാണാതൊക്കെയാണെങ്കിൽ വേണമെന്ന് നടത്താൻ കേട്ടോ, അല്ലേ? ചിലരൊക്കെ ഈ ലൈംഗിക പാപത്തിൽ ചെല്ലാൻ പോകുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? ആരുമില്ല. ഇടത്തോട്ടും വലത്തോട്ടും നോക്കി, എവിടോട്ടും നോക്കിയില്ല, വെള്ളോട്ടും നോക്കിയില്ല. ഇതിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനന്തര ഫലമുണ്ട്. ഇതൊക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെയൊന്നും തോന്നിയില്ല. ഇതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ലവ് ഈസ് ലവ്, അല്ലേ? ഇന്നത്തെ കുറെ പറച്ചിലുണ്ടല്ലോ, ലവ് ഈസ് ലവ്, വി ആർ മേക്കിംഗ് ലവ്. സ്നേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്നേഹമൊന്നുമല്ല, ഇതൊക്കെ ചതിക്കുഴിയാണ്. അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ പറയും ഇതൊക്കെ എന്തിനാ ഈ ചേട്ടൻ നമ്മളോട് പറയുന്നത്? ഈ പ്രായത്തിലെ തുടങ്ങും. കാരണം ലോകം ഈ പ്രായത്തിലെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ, അല്ലേ? ലോകം നിങ്ങളുടെയൊക്കെ കൂട്ടുകാർ പറയുന്നതൊക്കെ ഞാനൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും. എടേ, ഇതൊക്കെ ഞങ്ങൾ കോളേജിൽ പോലും പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പിള്ളേരൊക്കെ പറയുന്നത്, അല്ലേ? അത്രയ്ക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ വചനം സമയമെടുത്ത് പറയുന്നത്. അടുത്ത വാക്യം, കള്ളൻ വിശന്നിട്ട് പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. ഒരുത്തം വിശന്നോണ്ടാണ് കട്ടതെന്ന് പറഞ്ഞാൽ പോലും അവന് വലിയ ദയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോഴാണ് അവനെ പിടികിട്ടിയാൽ അവന് 7 ഇരട്ടി മടക്കി കൊടുക്കും. വിശന്നിട്ട് കട്ടവൻ പോലും. അങ്ങനെ ഇരിക്കെ സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവന് ലഭിക്കും, അവൻ്റെ നിന്ന മാഞ്ഞു പോകുകയുമില്ല. ജാരശങ്ക പുരുഷനെ ക്രോധഹേതുവാക്കുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല, അവൻ യാതൊരു പരിശാന്തിയും കൈക്കൊള്ളുകയില്ല, എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. ഈ ഭർത്താവിനെ ചതിച്ചേച്ച് പോകുന്ന ഭാര്യയോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് ഒരു കാലത്ത് നിന്നെ പൊറുക്കാൻ പോകുന്നില്ല. അതാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ യേശുക്രിസ്തുവിനെയൊക്കെ കണ്ട് വിശ്വസിച്ച പുതിയ നിയമം ഭർത്താക്കന്മാർ ക്ഷമിക്കും ചിലർ. പക്ഷെ ഇവിടെ പറഞ്ഞേക്ക് അങ്ങനെ ക്ഷമിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന്. കാരണം ഇതാണ് ന്യായമായത്. കണ്ടോ, ഒരു സമ്മാനം കൊടുത്താലും അങ്ങേര് സമ്മതിക്കാനൊന്നും പോകുന്നില്ല. കണ്ടോ, അപ്പോൾ ഈ പാപം വിട്ടകലണം. ഒരു വേദഭാഗം കൂടെ വായിക്കട്ടെ. 5-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള ചില വാക്യങ്ങൾ. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്, നിന്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിലായി പോകരുത്, നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനെ നിരസിക്കുകയും ചെയ്തുവല്ലോ. ഇതാണ് നേരത്തെ പറഞ്ഞ റിഗ്രറ്റ്, മനസ്താപം. അയ്യോ, മറ്റേ 75 വയസ്സ് അപ്പച്ചൻ പറഞ്ഞില്ല, 17-ാം വയസ്സ് അനുസരിക്കേണ്ടതായിരുന്നു. അങ്ങനെ പറയാൻ ഇടയാകരുത്. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മധ്യം ഞാൻ ഏകദേശം സകലദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കുക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രം ഇരിക്കാവൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഏത് കിണറിനെ കുറിച്ചായി പറയുന്നത്, അല്ലേ? ഈ കിണർ, ഉറവ, വെള്ളം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രതീകാത്മക ഭാഷയിൽ ലൈംഗിക പാപത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഭാര്യയിൽ മാത്രം നീ സന്തോഷം കണ്ടെത്തണം, അല്ലാതെ വഴിയെ പോകുന്നവരുടെ പുറകെ പോകരുത്. അതുകൊണ്ടാണ് താഴോട്ട് വായിച്ചിരിക്കുമ്പോൾ 18-ാം വാക്യം, നിന്റെ ഉറവ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. തുടർന്ന് പല വാക്യങ്ങളുണ്ട്. മകനെ, നീ പരസ്ത്രീയെ കണ്ടു ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതും എന്ത്? മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. അപ്പോൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ദൈവം തരുന്ന പങ്കാളിയിൽ ലൈംഗിക സുഖമൊക്കെ കണ്ടെത്തി അതിൽ തൃപ്തിപ്പെടുക എന്നാണ് ഈ പറഞ്ഞ നേരത്തെ കിണറും വെള്ളവും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരുപാട് സമയം എടുക്കുന്നത്, കാരണം ഇത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലല്ലോ ഇവിടെ നടത്താൻ വന്നത്, അല്ലേ? അപ്പോൾ ലൈംഗിക പാപങ്ങൾ ഒഴിവാക്കി വിവാഹത്തിൽ ആ സുഖമൊക്കെ കണ്ടെത്തി. ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ വേറെ ചില പാപങ്ങളുണ്ട്, അതങ്ങ് ഒഴിവാക്കുക, പിന്നൊന്നും ഇല്ല എന്ന് പറയുന്ന പോലല്ല. ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദൈവം വേറൊരു മാർഗം വെച്ചിട്ടുണ്ട്. അല്ലാതെ ലൈംഗികതയൊക്കെ പിടിച്ച് നമുക്കെല്ലാം സന്യാസികളാകാന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിന് പുറത്ത് വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയിൽ ഈ ലൈംഗിക സുഖം തേടി പോകുമ്പോഴേ അത് പാപമാകുന്നുള്ളൂ. അല്ല, ലൈംഗികത പാപമല്ല.
ചിലർക്ക് ഈ ലൈംഗികതയും പാപമൊക്കെ ഒന്നാണ്. മുഴുവൻ പാപം ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ലൈംഗികം എന്ന് പറയുമ്പോഴേ പാപമോ എല്ലാവർക്കും അല്ലേ? ചില സഭയിൽ പോയി ഇത് പ്രസംഗിക്കും, ചില അപ്പച്ചന്മാർ ഇതൊക്കെ എന്തിനാണ് അങ്ങേര് ഫുൾ പാപത്തിൽ കിടക്കുന്ന അപ്പോഴേ വ്യക്തമായി അല്ലേ? ലൈംഗിക പാപം ചെയ്യുന്ന ആളാന്ന് മനസ്സിലായി അല്ലേ? പാപം വേറെ, ലൈംഗികത വേറെ. ലൈംഗികത വിവാഹത്തിനകത്ത്. അതാണ് ഇവിടെ പറഞ്ഞത്, നീ നിന്റെ ഉറവേല വെള്ളമൊക്കെ വെച്ച് സൂചിച്ചിരിക്കുക, അല്ല വല്ലവൻ്റെയൊക്കെ കിണറിപ്പോൾ വെള്ളമൊക്കെ എന്തിനെടുക്കുന്നത് അല്ലേ? അതാണ് പരസ്ത്രീ ബന്ധമൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതായിട്ട് യൗവനക്കാർ ഒഴിവാക്കേണ്ടത് ലൈംഗിക പാപങ്ങൾ. ഇനി അവസാനത്തെ ഒരു വിഷയം, വളരെ കാതലായ ഒരു വിഷയം. അതിന് നമുക്ക് 6-ാമത്തെ അധ്യായത്തിൽ തന്നെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിലെ 1-ാമത്തെ വാക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷയം മനസ്സിലാവും. 6-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിന്റെ 1-ാമത്തെ വാക്ക് എന്തുവാ? മടി, അലസത. ഇതിനെക്കുറിച്ച് എത്ര വാക്യമുണ്ടെന്ന് അറിയോ സദൃശ്യവാക്യത്തിന്? ഇന്നെല്ലാം വായിക്കാൻ പോവുക, ഒരു ബഹുഭൂരിപക്ഷവും. ഇപ്പൊ കണ്ടോ, യഹോവ ഭയമുള്ള യൗവനക്കാര് ശരിയായ കൂട്ടുകെട്ട് പാലിക്കണം, ലൈംഗിക പാപങ്ങൾ ഒഴിവാക്കണം. 3-ാമതായിട്ട് സകല മടിയും അലസതയൊക്കെ മാറ്റിവെക്കണം. ഇന്നത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ മടിയന്മാർ. എല്ലാം ഇൻസ്റ്റ, മറ്റേത് ഇൻസ്റ്റ, ഇതൊക്കെ പഠിച്ചിപ്പോൾ എല്ലാം ഇൻസ്റ്റ ഉണ്ടല്ലേ പറ്റൂ അല്ലെ? ക്രാഷ് കോഴ്സ്, അല്ലാതെ 3 വർഷം കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റില്ല, 30 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരും. ശരി, യൂട്യൂബിൽ ഒരു 10 വീഡിയോ ഉണ്ടാകും, ഇത് പഠിക്കാൻ പറ്റും. ഇങ്ങനെയല്ല, ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് അത്, ഇൻസ്റ്റന്റ് ഇത് വേണം. അപ്പോഴാണ് നേരത്തെ നമ്മൾ വായിച്ചത്, നീ വചനമെല്ലാം സംഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് നിക്ഷേപം പോലെ അന്വേഷിച്ചാൽ നിനക്ക് യഹോവ ഭക്തി കിട്ടുന്നു. അല്ല, ഇൻസ്റ്റന്റ് ഫിയർ ഓഫ് ദ ലോർഡ് ഇല്ലേ? ഇല്ല. മടി ദൈവം വെറുക്കുന്നുണ്ട്. അലസത, എത്ര പേര് പ്രസംഗം കേട്ടിട്ടുണ്ട് അലസതയ്ക്കെതിരെ? ഇവിടെ അല്ല, എവിടെയെങ്കിലും കേൾക്കാറില്ല അല്ലേ പൊതുവെ? എന്താ അറിയോ, ഒരു സാധാരണ പാസ്റ്റർമാർ, നമ്മുടെ റെനി ബ്രദർ ഒഴിച്ചു വെക്കാം, ഇവിടുത്തെ മൂപ്പന്മാരെയൊക്കെ ഒഴിച്ചു വെക്കാം, സാധാരണ പാസ്റ്റർമാരൊക്കെ എങ്ങനെ ഇരിക്കും? അവരുടെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് വീർത്തൊരു വയറ് കാണും. പിന്നെ എങ്ങനെ അലസതയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ പറ്റും അല്ലേ? സാധാരണ പൂർണ്ണസമയ ശുശ്രൂഷകന്മാരൊക്കെ, ഞാൻ പണ്ട് ഒരു പൂർണ്ണസമയ ശുശ്രൂഷകനോട് പോയി ചോദിച്ചു, അല്ല പാസ്റ്ററെ, ഈ ഫുൾ ടൈം ഇറങ്ങിയവരൊക്കെ രാവിലെ 9 മണി തൊട്ട് 4 മണി വരെ എന്തുവാ ചെയ്യുന്നത്? കാരണം എനിക്ക് അറിഞ്ഞൂടാ. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എനിക്കറിയാം, പുറത്തിറങ്ങി സുവിശേഷീകരണം ചെയ്യും. ഇവിടെ ഈ വൈകുന്നേരം അല്ലേ യോഗമുള്ളൂ, 7 മണിക്ക് 8 മണിക്ക് രാത്രി പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡി. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യണ്? എന്താ പറയുക ഉത്തരം? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പലരും കിടന്ന് ഉറങ്ങും. ഉച്ചയുറക്കം, മൃഷ്ടാന ഭോജനം, ഇതൊക്കെ തന്നെ. പിന്നെ വൈകുന്നേരം ഒരു കൂട്ടായ്മയ്ക്ക് പോയിട്ട് വരാം. ഇത് തന്നെ ഒരുപാട് പൂർണ്ണസമയ ശുശ്രൂഷകന്മാര് അലസന്മാരാണ്. വേറെ ഒരു ജോലിക്കും പോകാനുള്ള പ്രയത്നബോധമൊന്നുമില്ല. പിന്നെ ഇപ്പം ശുശ്രൂഷ സുഖമാണല്ലോ, സൺഡേ ഒരു പ്രസംഗിച്ച് തീർന്നു. വൈകുന്നേരങ്ങളിൽ കുറച്ച് മീറ്റിങ്ങുകളൊക്കെ പോയി ചായയും മിസ്റ്ററും കഴിച്ച് വീട്ടിയിരിക്കും. ഇതല്ല ശുശ്രൂഷ. ശുശ്രൂഷകൻ അപ്പോസ്തല പ്രവൃത്തികൾ 6 പറഞ്ഞ പോലെ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കുന്നവരായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ പറയുക ചെയ്യുന്നത്? ഉച്ചവരെയെങ്കിലും പ്രാർത്ഥിക്കണം, പിന്നെ വചനം പഠിക്കണം, പിന്നെ വൈകുന്നേരം പോയത് പ്രസംഗിക്കണം. ഓക്കെ, അപ്പോൾ അലസതയെക്കുറിച്ച് പ്രസംഗം കേൾക്കാത്തതിൻ്റെ ഒരു കാരണം അതാണ്. 6-ാം അധ്യായം 6 മുതൽ 11 വരെ ഞാൻ വായിക്കട്ടെ. മടിയാ, ഇപ്പൊ ഇവിടെയുള്ള മടിയന്മാരും എല്ലാം കേട്ടല്ലോ. മടിയാ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ ഉറുമ്പ് ശല്യം ഉണ്ടോ? ഉറുമ്പ് ശല്യം കൂടിയെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഉറുമ്പിനെ അയച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ? ഈ ഭയങ്കര ഉറുമ്പ്, പഠിക്കാതിരിക്കുന്ന ടേബിൾ മുഴുവൻ ഉറുമ്പ്. എന്താ അറിയോ, ദൈവം ഒരു ദൂത് അയച്ചിരിക്കുകയാണ്. മടിയാ, ഉറുമ്പിന്റെ അടുക്കൽ പോയി അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. എന്തോ ഈ ബുദ്ധി പഠിക്കാനുള്ള ഈ ഉറുമ്പൊക്കെ എന്തോ ഊച്ചി സാധനം അല്ലേ, ഒരു കാണാൻ പോലുമില്ലാത്ത എന്തോ ബുദ്ധി. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. അതായത് മോളെ പടി, മോളെ പരീക്ഷയാണ്, മോനെ പഠിക്കണം, ഇങ്ങനെ പുറകെ നടന്ന് പറയാൻ ഉറുമ്പിന് ആരുമില്ല. ഉറുമ്പ് സ്വമേധ ഉത്തരവാദിത്ത ബോധത്തോടെ അതിൻ്റെ ആഹാരമൊക്കെ തപ്പിയാലോ എവിടെങ്കിലും ഒരു പഞ്ചസാര വീണാൽ ഉടനെ ഒരുത്തം വരും. പിന്നെ അവൻ പോയി കൂട്ടുകാരെ വിളിച്ചോണ്ട് വരും. പിന്നെ ശേഖരണമായി. ഇതിനൊന്നും അടങ്ങിയിരുന്നൂടെ? രാത്രി ഉറക്കമൊന്നുമില്ല അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അവർക്ക് ഒരു നായകനില്ല, ഒരുത്തൻ ഹീറോ അല്ലേ, വാടക എല്ലാവരും വാ എന്ന് പറയുന്ന ഒരുത്തനില്ല. പിന്നെന്താണ്? മേൽവിചാരകനില്ല. നമ്മുടെയൊക്കെ കമ്പനിയിലും ഫാക്ടറിയിലും ഒക്കെ ഇതൊക്കെ വേണം, എങ്കിലേ ആളുകൾ ജോലി ചെയ്യുള്ളൂ അല്ലേ? ഒരു കൺസ്ട്രക്ഷൻ നടക്കണ ഒരു കോൺട്രാക്ടർ വേണം, മേസ്ത്രി വന്നിട്ട് ചെയ്യടേ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഇരിക്കും.
അതെ, കഥയൊക്കെ പറഞ്ഞു. ഇപ്പൊ പിന്നെ മൊബൈലൊക്കെ നോക്കി മുറുക്കൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ, അത് സമയം പോയി. അല്ലെ, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. എല്ലാവരും അലസത ഉള്ളതുകൊണ്ട് മേൽ വിചാരകന്മാരൊക്കെ ഉണ്ട്, ഉറുപ്പിന് ആരുമില്ല. അതാണ് ബുദ്ധി പഠിക്കണം എന്ന് പറഞ്ഞാൽ. ഇതെന്തിനാ നമ്മൾ പഠിക്കണ്ടേ? മടി മാറ്റുവാൻ. അല്ലെ, 9ാമത്തെ വാക്യം, മടിയാ നീ എത്ര നേരം കിടന്നുറങ്ങും? എത്ര നേരം കിടന്നുറങ്ങും? അല്ല, ഈ ഉറക്കത്തിൽ നിന്നൊരു എഴുന്നേൽപ്പില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഉറക്കമാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കം. എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. അല്ലേ, എത്ര നേരം ഉറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറച്ചുകൂടെ ഉറങ്ങട്ടെ. അല്ലേ, സ്നൂസ് ബട്ടൺ ബൈബിൾ നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടല്ലോ, 10 മിനിറ്റ് കഴിഞ്ഞ് അലാറം അടിക്കും. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് സ്നൂസ് ബട്ടൺ പൊട്ടി. അല്ലേ, എന്തിനാടാ ഈ അലാറം? 2 മണിക്കൂർ കഴിഞ്ഞ് അലാറം വെച്ചാൽ പോലും ഇങ്ങനെ സ്നൂസ് അടിച്ചുകൊണ്ടിരിക്കുക. അല്ലേ, കുറച്ചുകൂടെ ഉറങ്ങട്ടെ, കുറച്ചുകൂടെ നിദ്ര. അങ്ങനെ പറയുന്നവർക്ക് എന്താ? കുറെ കൂടെ കൈകെട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. മടിയം മല ചുമക്കും. അല്ലേ, 7ാം ക്ലാസ്സിലെ പരീക്ഷ ഒന്നും പാസ്സായില്ല, എന്തു ചെയ്യും? തോറ്റു. ഇനി 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകേണ്ട പ്രായത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, പിന്നെ കോളേജൊക്കെ എത്തുമ്പോൾ ഒരു ഗുണമുണ്ട്, അവർ പാസ്സാക്കി വിടും, ഇനി എഴുതിയാൽ മതിയെന്ന്. അല്ലേ, 1ാമത്തെ സെമിസ്റ്ററിലെ പരീക്ഷ എല്ലാം തോറ്റു, എന്നാലും 2ാമത്തെ സെമിസ്റ്റർ കയറ്റി വിടും എഞ്ചിനീയറിംഗിനൊക്കെ. അതിനാണ് എന്ത് പറയുന്നത്? സപ്ലി. 8ാമത്തെ സെമിസ്റ്റർ എത്ര സപ്ലി ഉണ്ട്? എല്ലാം സപ്ലിയാണ്. 1ാമത്തെ സെമിസ്റ്റർ മുതൽ 8ാമത്തെ സെമിസ്റ്റർ എല്ലാം സപ്ലിയാണ്. അതാണ് ഇവൻ കിടന്ന് ഉറങ്ങി 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 അവൻ്റെ ദാരിദ്ര്യവും അവൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ അവനറിയാതെ അവൻ്റെ വീട്ടിൽ തന്നെ കയറി വന്നു. 10ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ. സദൃശവാക്യം 10ന്റെ 4ഉം 5ഉം വാക്യം. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. അധ്വാനിക്കാനുള്ളൊരു മനസ്സ് വേണം പിള്ളേരായാലും. അല്ലെ, പരിശ്രമിക്കാം. അല്ലാതെ കിടന്ന് ഉറങ്ങി 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 ദാരിദ്ര്യം വരുത്തി വെക്കരുത്. അല്ലേ, 5ാമത്തെ വാക്യം. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. പരീക്ഷയ്ക്ക് മുമ്പേ പഠിക്കുന്നവൻ ബുദ്ധിമാൻ, തലേ ദിവസം തുണ്ടുണ്ടാക്കി എങ്ങനെയും ജയിക്കാൻ നോക്കുന്നവൻ നാണം കെട്ടവൻ എന്നായി പറഞ്ഞിരിക്കുന്നത്. സമയത്ത് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണം, പഠിത്തം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും. അല്ലേ, അടുത്തത് 12ന്റെ 27, 12ാം അധ്യായം അതിൻ്റെ 27ാം വാക്യം. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. മടിയനെ കൊണ്ട് വേട്ടയാടി പിടിക്കാൻ പോയാൽ തീർന്നു. അല്ലേ, മടിയൻ ഒന്നും ജീവിതത്തിൽ ചെയ്യുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒന്നും അക്കംപ്ലിഷ് ചെയ്യുന്നില്ല. അല്ലേ, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. കേട്ടോ, അല്ലാതെ നമ്മുടെ ബാങ്കിൽ ഒരുപാട് പൈസയുള്ളത് മാത്രമല്ല സമ്പത്ത്. ഉത്സാഹം വേണം. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറയാം, ഉത്സാഹം. റോമാലേഖനം 12ലും പറഞ്ഞിട്ടുണ്ട്. ഉത്സാഹത്തോടെ, എപ്പോഴും ഉത്സാഹത്തോടെ കർത്താവിനെ സേവിക്കണം, എരിവോടെ സേവിക്കണം. അല്ലേ, അപ്പോൾ ഉത്സാഹമുണ്ടോ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ? അതോ ഇങ്ങനെ അലസത കൊണ്ട് എപ്പോൾ ഉറങ്ങണമെന്ന് നോക്കി ഇരിക്കുക ആണോ? അതൊക്കെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങി തള്ളാം നമുക്കപ്പോൾ. അല്ലേ, 19ന്റെ 24 വായിച്ചേ. 19ന്റെ 24 എല്ലാവരും ഒന്ന് വായിച്ചേ. മടിയൻ തൻ്റെ തളികയിൽ പൂത്തുന്നു. ഒക്കെ വായിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാവും. തളികയിൽ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്, ആഹാരം കഴിക്കാനുള്ള പ്ലേറ്റിൽ കൈ ഇടുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. അത്ര മടി. വാരി കൊടുക്കണം, കഴിക്കാൻ വേണ്ടി കൈ ഇട്ടേച്ചാ ബിരിയാണി ഞാൻ കൊടുത്തു, പക്ഷെ അതുപോലും പോക്കാൻ വയ്യാത്ത മടിയൻ. അല്ലേ, അതെന്താന്നുള്ളത് 26ാം അധ്യായം 14ഉം 15ഉം വായിച്ചാൽ കുറച്ച് കൂടുതൽ അവിടെ വീണ്ടും വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. 26ാം അധ്യായം 14ഉം 15ഉം. അതിന്റെ 15 വായിക്കാം. മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. അയ്യോ, ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നത് ഭയങ്കര പണി. അല്ലെ, ചില പിള്ളേരൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഒരു പണിയും ചെയ്യാതെ തിന്ന് കുടിച്ച് കട്ടിലേ കിടപ്പുണ്ട്. ഭയങ്കര പണിയാണ്. ഇന്നെന്തോ പണി ചെയ്തേ? രാവിലെ ആഹാരം കഴിച്ചു, ഇനി അല്പം ഉറങ്ങട്ടെ. അല്ലേ, ഭയങ്കര ജോലിയല്ലേ ഈ ചെയ്തത്, ഭയങ്കര പ്രയാസപ്പെട്ട. എന്താ ആ പ്രസംഗം കേട്ട എൻ്റെ ഗുണം, ഭയങ്കര ജോലി ചെയ്തു, എന്തുവാ ആഹാരം കഴിച്ചെന്ന്. 14ാം വാക്യം. കതക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ. ചുഴിക്കുറ്റി എന്ന് പറഞ്ഞാൽ വിജാഗിരി, നമ്മുടെ ഹിഞ്ച്. കതവ് ആ വിജാഗിരിയിൽ എന്ന പോലെ മടിയൻ തൻ്റെ കിടക്കയിൽ തിരിയുന്നു. കൊള്ളാം അല്ലേ, നല്ല ചിത്രമല്ലേ? ഇങ്ങനെ കതവ് ഇങ്ങനെ തിരിയുകയും മറിയുകയും ചെയ്യുന്ന ആ കുറ്റി ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ കട്ടിലി അങ്ങോട്ടും എറിയുന്നു പിന്നെ ഇങ്ങോട്ടും എറിയുന്നു. അപ്പം മടിയൻ ചെയ്യുന്ന ഏക പ്രവൃത്തി ഇടത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞു. എന്തൊരു വലിയ ജോലിയാ ചെയ്തല്ലേ. അപ്പൊ മടിയന്മാർ ചെയ്യുന്ന 2 ജോലി വളരെ പ്രയാസകരമായ 2 ജോലിയാണ്. ഒന്ന് തിന്നു,
മറ്റേത് കതവ് തിരിയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു ഇനി ഇങ്ങോട്ട്. കണ്ടോ, ഇത് ആക്ഷേപമാണ്. ഇതൊക്കെ ബൈബിളിൽ ആക്ഷേപിച്ചു വിട്ടിരിക്കുക, കൂവി വിട്ടിരിക്കണ മടിയാ. നീ പോയി ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ചെറിയ ജീവിയായ ആ ഉറുമ്പിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ മടിയില്ലെന്നൊക്കെ പറയുന്നവരോട് തന്നെ ഒന്ന് ചോദിക്കട്ടെ, എത്ര പ്രാവശ്യം അപ്പനമ്മമാർ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യും? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, പിന്നെ അപ്പം ആ കാര്യം ഓർക്കേ വേണ്ട, ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ ചെയ്യും എന്ന് പറയാമോ? അതോ 50 പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ ഞാനത് ഓർക്കാം, 100 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യാം. അങ്ങനെയുള്ളവരൊക്കെ എന്താണ്? ഇങ്ങനെ തിന്നും കുടിച്ചും തടിയും വെക്കാതെ ഒക്കെ ഇരിക്കുകയാണ്, മെലിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിലും എന്താണ്? ബൈബിൾ പ്രകാരം മടിയനാണ്, ഉറുമ്പായിട്ടില്ല. അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ കാര്യവിചാരകന്മാരൊക്കെ വേണം. ചെയ്യടാ, എഴുന്നേക്കടാ, എത്ര നാൾ ഉറങ്ങും, എഴുന്നേക്ക്, ദാരിദ്ര്യം വരും, പഠിക്കടാ, ഇങ്ങനെ ബുദ്ധി പറയാൻ പുറകെ നടത്തണോ? ഇന്നൊരു തീരുമാനം എടുക്കാവോ? അപ്പനമ്മമാരെ കൊണ്ട് ഒരു കാര്യം ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പറയിപ്പിക്കാതിരിക്കാൻ നമ്മളൊന്ന് ശ്രമിക്കാം. ആ ശ്രമത്തിലും ഒരു മടിയില്ലായ്മ വേണം. അല്ലാതെ ഇന്ന് പറഞ്ഞു പിന്നെ നാളെ പോലെ ഉറങ്ങാൻ തുടങ്ങരുത്. അല്ലേ? ഇപ്പം എത്ര വാക്യങ്ങളായി അല്ലേ? ഇത് തന്നെ എല്ലാ വാക്യങ്ങളും ഞാനിപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, ഒരുപാട് വാക്യങ്ങളുണ്ട്. അലസതയെക്കുറിച്ചും മടിയെക്കുറിച്ചും, മടിയന്മാർ ഒരു ഗുണവും പ്രാപിക്കാൻ പോകുന്നില്ലെന്നും, പിന്നെ ഇതുപോലത്തെ ആക്ഷേപം നിറഞ്ഞ വാക്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം, സമയം കടന്നുപോയി. നമുക്കിനി മറ്റേ പ്രയാസമേറിയ ജോലി ചെയ്യാൻ കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയമായി. അപ്പോൾ യഹോവ ഭയമുള്ള യൗവനക്കാരെന്ത് ചെയ്യും? യഹോവയെ ഭയപ്പെട്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദോഷം വിട്ടകലും. അകലേണ്ട ഒരു ദോഷമാണ് മടി. ഇന്നെല്ലാം കേട്ടല്ലോ. കിടന്ന് ഉറങ്ങുന്ന എന്ത് സുഖമല്ലേ, സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന സുഖമാണെന്ന്. പക്ഷെ എന്താ കുഴപ്പം? ദാരിദ്ര്യം കടന്നു വരും, ഗുണം പ്രാപിക്കുകയില്ല. അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പലതും ആകും, നിങ്ങൾ അവിടെ കട്ടിൽ കിടക്കുന്നേ ഉള്ളൂ, ഇപ്പോഴും കഥകിനെ പോലെ കിടന്ന് ചരിഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ലേ? അങ്ങനെ ജീവിതത്തിലൊരു ഗുണമില്ലാതായി പോവും. അപ്പൊ അതുകൊണ്ട് ഇപ്പം സുഖമാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ പോകരുത്. യഹോവയെ ഭയപ്പെട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങളും, തെറ്റായ കൂട്ടുകെട്ട്, പിന്നെ ലൈംഗിക പാപങ്ങൾ, അലസത, ഇതെല്ലാം വിട്ടകലണം. എന്തുകൊണ്ട്? യഹോവയോടുള്ള ഭയം കൊണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 2 തിമോത്തിയോസ് 2:22. ഇങ്ങനെയാണ് നമ്മുടെ ശരിക്കുള്ള പഴയ മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ചെറിയൊരു കറക്ഷനുണ്ട്, പുതിയ സമകാലിക ബൈബിളിലൊക്കെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. യൗവനമോഹങ്ങളെ വിട്ടുകൊടുക്കുക, എന്നാൽ ശുദ്ധ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കൂടെ നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും പിന്തുടരുക. കേട്ടോ? എന്താ യൗവനമോഹങ്ങൾ? യൗവനക്കാർക്ക് പ്രത്യേകിച്ച് വരുന്ന ചില മോഹങ്ങളുണ്ട്, ചില ഡിസയേഴ്സ്, ചില ലസ്റ്റ്, ദുർമോഹങ്ങൾ. ഈ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല മോഹം എന്നൊക്കെ ചിന്തിക്കാം. ഇത് ആ മോഹത്തെക്കുറിച്ചല്ല. ദുർമോഹങ്ങൾ, തെറ്റായ ആഗ്രഹങ്ങൾ കടന്നു വരും. അത് പ്രത്യേകിച്ച് യൗവനക്കാർക്ക് വരുന്ന ചില മോഹങ്ങളുണ്ട്. അത് യൗവനക്കാരനായ തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, നീ വിട്ടു ഓടണം. എൻ്റെ കൂടുള്ളവരൊക്കെ ചിലപ്പോൾ അതിൽ വീണു പോകും. അതിനകത്ത് ഇതെല്ലാം വരും. തെറ്റായ കൂട്ടുകെട്ട്, ലൈംഗിക പാപങ്ങൾ, അലസത, ഇതെല്ലാം വരും. അതിനെന്ത് ചെയ്യണം? വിട്ടോടണം. എന്നിട്ട് എന്തോ ചെയ്യണം? കർത്താവിനെ ശുദ്ധ ഹൃദയത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവരോട് കൂടെ നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും പിന്തുടരണം. നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കണം. കേട്ടോ? ശരിക്കും യഹോവ ഭയമുള്ള, കർത്താവിനെ ശുദ്ധ ഹൃദയത്തിൽ വിളിച്ചപേക്ഷിക്കും. നേരത്തെ പറഞ്ഞ നമ്മൾ ഒന്നാമത് കണ്ട പോലത്തെ ആരാധന സമയത്ത് ഞാൻ പ്രസംഗിച്ച പോലെ കപടഭക്തിക്കാരല്ല. ചുമ്മാ ബൈബിളിലൊക്കെ പോകുന്നു, സഭയിലൊക്കെ പോകുന്നുണ്ട്, ബൈബിളൊക്കെ അല്ലല്ല. ശുദ്ധ ഹൃദയത്തിൽ യഹോവ ഭയത്തിന്റെ പുറകെ പോകുന്നവരെ കണ്ടുപിടിക്കണം. അത് എത്ര പേരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ കണ്ടുപിടിക്കണം അങ്ങനെയുള്ളവരെ. അതായിരിക്കണം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് അവരോട് ചേർന്ന് നിങ്ങൾ നീതിയും വിശ്വാസവും സ്നേഹവും പിന്തുടരും. ഇതായിരിക്കണം ഒരു സഭ. നമ്മളെല്ലാവരും ഇങ്ങനെ ആയിരിക്കണം. സഭ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടമായിരിക്കണം. മോഹങ്ങളെയൊക്കെ വിട്ട് ദൈവത്തിന്റെ പുറകെ ഓടുന്നവരുടെ ഒരു കൂട്ടം. അപ്പൊ കണ്ടോ, തെറ്റായ കൂട്ടുകെട്ടൊക്കെ വിട്ട് യഹോവ ഭക്തിക്ക് സ്ഥാനം കൊടുത്ത് അങ്ങനത്തെ കൂട്ടുകെട്ടിലായിരിക്കണം നിങ്ങൾ നടക്കേണ്ടത്. ലൈംഗിക പാപങ്ങളും അലസതയൊക്കെ വിട്ട് ശരിക്കും യഹോവ ഭയമുള്ള യൗവനക്കാരാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന യൗവനക്കാരെ പ്രത്യേകിച്ച് നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നിന്നിൽ ആശ്രയിക്കുവാനും നിന്നിൽ ചാരുവാനും സ്വന്തം ബുദ്ധിയിൽ
നന്മതിന്മകളെ തിരിച്ചറിയാതെ നിന്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവേ യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടകലുന്ന യൗവനക്കാരാകുവാൻ സകലരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ ചിന്തിച്ച 3 പാപങ്ങൾ, അശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ലൈംഗിക പാപങ്ങൾ, അലസത, ഇവ 3 വളരെ ഗൗരവത്തോടെ എടുത്ത് അതിൽ നിന്ന് വിട്ടുമാറി നിന്നെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ സകല കുഞ്ഞുങ്ങളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ അവിടെ കേൾക്കുന്ന സന്ദേശങ്ങൾ, അത് കൂട്ടുകാരിൽ നിന്നാകട്ടെ, സ്കൂളിലെ അതോറിറ്റീസിൽ നിന്നാകട്ടെ, ലോകത്തിൻ്റെതായ ഒരു മാലിന്യവും അവരുടെ ഉള്ളിൽ കടന്ന് അതവരെ സ്വാധീനിക്കുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മാർഗത്തിൽ തന്നെ വേരൂന്നി നടക്കുവാൻ അവരെ സഹായിക്കണമേ. ആത്മാവിന്റെ സംസർഗത്തിൽ നീ അവരെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വക്രതയുള്ള ഈ തലമുറയിൽ കർത്താവേ, നിനക്ക് പ്രസാദമുള്ള ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും കൂട്ടുകാരെ ഇന്ന് മുറിച്ചു കളയണമെങ്കിൽ അത് ചെയ്യുവാൻ അതിനുള്ള കൃപയും ധൈര്യവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൈംഗിക പാപങ്ങളിൽ ജീവിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് അനുതപിച്ച് അത് വിട്ടുമാറി അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ്, ചില അതിർവരമ്പുകൾ വെച്ച് കർത്താവ്, ചില പാപങ്ങൾ ഉളവാക്കുന്ന സന്ദർഭങ്ങളിൽ നിന്ന് വിട്ടുമാറി നടക്കുവാൻ കർത്താവ്, അകലം പാലിക്കുവാൻ, അത് മൊബൈലാകട്ടെ, ഇന്റർനെറ്റ് ആകട്ടെ, വ്യക്തികളാകട്ടെ, കൂട്ടുകാരാകട്ടെ, എന്തു തന്നെയാണേലും കർത്താവെ, അതിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് അകന്ന് യഹോവയെ പ്രസാദിപ്പിച്ച് നടക്കുവാൻ അവർക്ക് തീക്ഷ്ണമായ കർത്താവെ ആഗ്രഹം നീ കൊടുക്കണമേ. അതോടൊപ്പം എല്ലാം മടിയും വിട്ട് കർത്താവെ ഉത്സാഹമുള്ളവരാക്കി നീ മാറ്റണമേ. അപ്പനമ്മമാരെ കൊണ്ട് ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയിപ്പിക്കാതെ കർത്താവെ ഉറുമ്പിൽ നിന്ന് ബുദ്ധി പഠിച്ച് കർത്താവെ സ്വമേധ ഉത്തരവാദിത്വ ബോധത്തോടെ നിന്നെ പ്രസാദിപ്പിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷയെ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കേൾപ്പിച്ച വചനം ആരും മറന്നു പോകാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ച പ്രാർത്ഥനയിൽ കർത്താവെ ഉറ്റിരുന്ന് നിക്ഷേപങ്ങളെ പോലെ യഹോവ ഭയത്തെ അന്വേഷിച്ച് പ്രാപിക്കുന്ന ഭാഗ്യവാന്മാരാക്കി നീ സകലരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.